അവനെ ഒന്നുരിയാടാൻ അനുവദിക്കാതവർ മരണത്തിൻ പാറയിൽ ചേർത്തുകെട്ടി. ഉടലിനും വാക്കിനും തുടലിട്ട് വിരൽ ചൂണ്ടി അവരലറി, നീയാണ് കൊലപാതകി. അവനെ ഒന്നുരിയാടാൻ അനുവദിക്കാതവർ മരണത്തിൻ പാറയിൽ ചേർത്തുകെട്ടി. ഉടലിനും വാക്കിനും തുടലിട്ട് വിരൽ ചൂണ്ടി അവരലറി, നീയാണ് കൊലപാതകി. ഉടുതുണിയുമന്നവും കൊടിയും കിനാക്കളും അവനുള്ളതൊക്കെ അവർ കൈക്കലാക്കി. ഉടുതുണിയുമന്നവും കൊടിയും കിനാക്കളും അവനുള്ളതൊക്കെ അവർ കൈക്കലാക്കി. തടവറക്കുള്ളിലേക്ക് അവനെ വലിച്ചെറിഞ്ഞവർ വിരൽ ചൂണ്ടി, നീയാണു കള്ളൻ. കുഞ്ഞാലിമരക്കാർ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷികളായ മഹാത്മാഗാന്ധിയുടെയും ഷഹീദ് ഭഗത് സിംഗിന്റെയും പേരുകൾ നാം ആദരവോടെ സ്മരിക്കാറുണ്ട്. അതുപോലെ ചരിത്രമറിയുന്ന കടത്തനാടിന്റെ മക്കൾ ഏറെ അഭിമാനപൂർവം സ്മരണകളിൽ കുറിച്ചുവെച്ച നാമധേയമാണ് കൊട്ടക്കലോമന കുഞ്ഞാലി എന്ന ഷഹീദ് കുഞ്ഞാലിമരക്കാർ നാലാമൻ. പിറന്ന മണ്ണിനെ പറങ്കി അധിനിവേശപ്പടയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന അഖണ്ഡയജ്ഞത്തിന്റെ ഭാഗമായി ജീവനും ജീവിതവും രക്തവും നൽകിയ 4 കുഞ്ഞാലിമരക്കാർമാർ ഇന്ത്യൻ നാവിക ചരിത്രത്തിന്റെ ഇതിഹാസ നായകന്മാരാണ്. അതുല്യ ധൈര്യത്തിന്റെയും പരമമായ ദൈവഭക്തിയുടെയും കറകളഞ്ഞ ദേശാഭിമാനത്തിന്റെയും അനുപമമായ സ്വരാജ്യസ്നേഹത്തിന്റെയും കലർപ്പില്ലാത്ത രാജഭക്തിയുടെയും പ്രതീകങ്ങൾ, മൈത്രിയുടെ ആൾരൂപങ്ങൾ. ജീവിതത്തിലും മരണത്തിലും കുഞ്ഞാലിമാർക്ക് തുല്യം കുഞ്ഞാലിമാർ മാത്രം. പ്രഥമ പാശ്ചാത്യ അധിനിവേശപ്പടയായിരുന്ന പറങ്കിക്കടൽ കൊള്ളക്കാരെ ഭാരതത്തിന്റെ തീരങ്ങളിൽ നിന്ന് എന്നേക്കുമായി തുരത്തിയോടിക്കുക എന്ന കുഞ്ഞാലിമാരുടെ ദൗത്യം ലക്ഷ്യം കണ്ടിരുന്നുവെങ്കിൽ 16-ാം ശതകത്തിനു ശേഷം ഭാരതത്തിന്റെ ചരിത്രം മറ്റൊന്നായേനെ. കാരണം പറങ്കികൾ ഗോവയിൽ ചുവടുറപ്പിച്ചു എന്നറിഞ്ഞ ശേഷമായിരുന്നു ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഈ തീരം തേടി തുഴയെറിഞ്ഞത്. ഡച്ചുകാർ ഒരു സുപ്രഭാതത്തിൽ ഒരു റാത്തൽ കുരുമുളകിന്റെ വിലയിൽ 5 ഷില്ലിംഗ് വർദ്ധിപ്പിച്ചത് സഹിക്കാൻ പറ്റാതെ ലണ്ടനിലെ വ്യാപാരികൾ 1599 ഡിസംബറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. AD 1600 തുടക്കത്തിൽ അവർ കച്ചവടത്തിനായി ഇന്ത്യയിലെത്തുകയും അവസാനം 1947 വരെ ഇന്ത്യ ബ്രിട്ടീഷ് കോളനിയാവുകയും ചെയ്തു. ചരിത്രത്തെ സത്യത്തിന്റെ ദിശയിലൂടെ മാത്രം കണ്ടെത്തുമ്പോൾ കുഞ്ഞാലിമരക്കാർമാർ തീർത്ത നാവിക പ്രതിരോധം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളുടെ 1-ാം ഖണ്ഡമായി പരിഗണിക്കപ്പെടേണ്ടതാണ്. പക്ഷേ കോളനിവൽക്കരണത്തിന്റെയും അധിനിവേശത്തിന്റെയും കൂലിയെഴുത്തുകാരായി മാറിയ ചരിത്രകാരന്മാർ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന കൊളോണിയൽ തന്ത്രത്തിന്റെ ഭാഗമായി ചരിത്രത്തെ അസത്യങ്ങൾ കൊണ്ട് നിറച്ചപ്പോൾ കുഞ്ഞാലിമരക്കാർമാർ മതഭ്രാന്തരും കടൽ കൊള്ളക്കാരുമായി മാറി. യഥാർത്ഥ കൊള്ളക്കാർ പര്യവേക്ഷകരും സംസ്കാര സമ്പന്നരുമായി. സത്യത്തെ ഇങ്ങനെ കുഴിച്ചുമൂടാനും വളച്ചൊടിക്കാനും ശ്രമമുണ്ടായെങ്കിലും ഗ്രഹണം ബാധിച്ച സൂര്യനെപ്പോലെ ഒരു നാൾ സത്യം പുറത്തുവരും. AD 11-ാം നൂറ്റാണ്ടോടുകൂടി അറബിക്കടലിലെ വാണിജ്യരംഗത്ത് കണ്ട കുതിച്ചുകയറ്റത്തിലെ അനന്ത സാധ്യത മനസ്സിലാക്കിയ സാമൂതിരി രാജാക്കന്മാർ ഒരു തുറമുഖത്തിന്റെ പ്രാധാന്യം വിലയിരുത്തി. അങ്ങനെ ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്തുള്ള നെടിയിരുപ്പിലെ ആസ്ഥാനത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് നീങ്ങുകയും
അവിടെ ആധിപത്യം സ്ഥാപിക്കുകയും പിന്നീട് ലോക പ്രശസ്തമായി തീർന്ന കാലിക്കൂത്ത് തുറമുഖം സ്ഥാപിക്കുകയും ചെയ്തു. അക്കാലത്തെ വൻ ശക്തികളായ റോമയും പേർഷ്യയും ഈജിപ്തും ഉൾപ്പെടുന്ന പശ്ചിമേഷ്യൻ പ്രദേശത്തു നിന്നാണ് കപ്പലുകൾ നിരനിരയായി കോഴിക്കോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരുന്നത്. അറബികൾ ഇറക്കി വയ്ക്കുന്ന അലങ്കാര വസ്തുക്കളുടെ നിലവാരമോ ഈത്തപ്പഴത്തിന്റെ മധുരമോ വെള്ളിപ്പാത്രങ്ങളുടെയും സ്വർണ്ണ നാണയങ്ങളുടെയും മാറ്റവും പരിശോധിക്കാൻ ഒരു സാങ്കേതിക വിദഗ്ധന്റെയും ആവശ്യമുണ്ടായിരുന്നില്ല. അതുപോലെ കാലിക്കൂത്ത് തുറമുഖത്ത് കയറ്റുമതിക്കായി കുട്ടിയിടുന്ന സുഗന്ധദ്രവ്യങ്ങൾക്ക് ഒരു കൂർക്കാസിന്റെയും വളർത്തുപട്ടിയുടെയും കാവൽ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് സഞ്ചാരികൾ വളരെ ആശ്ചര്യത്തോടെ എഴുതിവച്ചിട്ടുണ്ട്. അത്രയ്ക്കും സത്യസന്ധരായിരുന്നു കോഴിക്കോട്ടെ വ്യാപാരികൾ. AD 1496 പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്ന് 4 കപ്പലുമായി പുറപ്പെടുകയും ഒരുപാട് കൊള്ളയടികൾക്ക് ശേഷം 1498 മെയ് മാസം 20-ന് 3 കപ്പലുകളുമായി കോഴിക്കോടിനും കാപ്പാടിനും ഇടയിലെ കൊടുങ്കാട്ടിൽ അഥവാ കപ്പക്കടവിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്ത വാസ്കോ ഡ ഗാമയ്ക്ക് സാമൂതിരി കോവിലകത്ത് പ്രവേശിക്കാൻ അവസരം ലഭിച്ചു. അപ്പോൾ ഇവിടെ ഇവരെത്തുമ്പോൾ മെയ് മാസം 20 ആയിരിക്കണം. ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസം കുറേ കഴിഞ്ഞിരുന്നു. ആ കാലത്ത് കപ്പലുകൾ വരില്ല. രാത്രിയാണ് ഇവിടെ എത്തിയത്. കാറ്റും കോളും ഉണ്ടായി. അപ്പോൾ ഇയാൾക്ക് വഴിതെറ്റി. ഇയാൾ നല്ല പരിചയമുള്ള ഗൈഡായിരുന്നിട്ട് പോലും ഇയാൾക്ക് വഴിതെറ്റി. കടലിൽ പിന്നെ കരയിൽ വെളിച്ചം കണ്ടപ്പോൾ എന്നാ ഇവിടെ ഇത് കോഴിക്കോട്ടായിരിക്കും, ഏതായാലും രാവിലെ അന്വേഷിക്കാമെന്ന് പറഞ്ഞാൽ അവർ നങ്കൂരം ഇട്ടു. അപ്പോഴാണ് കരയ്ക്കുള്ള ഈ മീൻപിടുത്തക്കാർ, തോണിക്കാർ, ഒരു 3-4 തോണിക്കാർ കടലിൽ ഏതൊരു കപ്പൽ വന്നിട്ടുണ്ട്, വഴി തെറ്റിയിട്ടുള്ള ആളായിരിക്കും, പരിചയമില്ലാത്തവരായിരിക്കും, അന്വേഷിച്ചില്ലെന്ന് ചോദിച്ചു വന്നു. ആ ഭാഷ അറിയില്ലല്ലോ. അറബി ഭാഷക്കാർക്ക് കഷ്ടിയൊക്കെ മനസ്സിലാവും. അറബികളാണ് സാധാരണ വരുന്നത്. ഇവരുടെ വേഷം ഒക്കെ മാറിയാണ്. അപ്പോൾ അവരാങ്യം ഒക്കെ പറഞ്ഞിട്ട് ഇവർ മനസ്സിലാക്കി ഞങ്ങൾക്ക് കാലിക്കൂത്തിലേക്ക് പോകേണ്ടവരാണെന്ന്. കാലിക്കൂത്ത് എന്നാണ് കാലിക്കറ്റിൻ്റെ പറയുന്നത്. അപ്പം എന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ രാവിലെ വരാം. രാവിലെ വന്നപ്പം പോർച്ചുഗീസുകാർ ഗാമ എന്താ ചെയ്തത് വെച്ചാൽ, സാധാരണ അവർക്കൊരു പതിവുണ്ട്. ഒരു പുതിയ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ വല്ല കുറ്റങ്ങൾക്കൊക്കെ കുറ്റവാളികൾ വധശിക്ഷ വിധിച്ചിട്ടുള്ള ആളുകളെ ജയിലിലുണ്ടാവും. അവർ രാജാവ് വിട്ടുകൊടുക്കും ഒരു 4-5 ആളുകളെ. അവരെ കപ്പലിൽ കെട്ടിയിടും. ഏതെങ്കിലും ഒരു പുതിയ രാജ്യത്ത് ചെന്ന് ആദ്യം ഇറക്കി ഇവിടെ ഇവരെയാണ്. അങ്ങനെ ഒരാളെ ഇവരെ കൂടെ, ഈ തോണിക്കാരെ കൂടെ അയച്ചു കൊടുത്തു. അങ്ങനെ അവരെ ഇയാളെയും കൊണ്ട് കോഴിക്കോട്ട് വന്നു. കോഴിക്കോട്ട് അങ്ങാടിയിൽ വന്നു. അപ്പോൾ ആ കാലത്ത് കോഴിക്കോട്ടിന് വലിയൊരു അഭിവൃദ്ധിയുള്ള കാലമായതുകൊണ്ട് ഈ മൊറോക്കോ, ആൽജിയേഴ്സ്, മൊറോക്കോ, ഈ ആഫ്രിക്കയുടെ കോസ്റ്റ് ഉണ്ടല്ലോ, മെഡിറ്ററേനിയൻ്റെ പോർച്ചുഗൽ അക്കരെയാണ് മെഡിറ്ററേനിയൻ്റെ, ഈ കരയാണ് മൊറോക്കോ, ആൽജിയേഴ്സ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ ഉള്ളത്. ആ മൊറോക്കൻ ട്രേഡേഴ്സ് ഉണ്ടായിരുന്നു കോഴിക്കോട്ട്. അതിൽ അവർക്ക് പോർച്ചുഗീസ് ഭാഷ അറിയാം. പോർച്ചുഗീസ് ഭാഷ അറിയാമെന്ന് മാത്രമല്ല, ഓരോ ഭാഷയ്ക്കും ആ കാലത്തൊക്കെ ഓരോ ഡയലക്റ്റ് ഉണ്ടാവും പലതും. അതുമാതിരി കാറ്റലീന എന്ന് പറയുന്ന ഒരു ഡയലക്റ്റാണ് ഈ ഗാമിയും കൂട്ടും സംസാരിച്ചിരുന്നത്. അതേ ഡയലക്റ്റ് ഇവർക്കറിയാം. അപ്പോൾ ഈ യുദ്ധാനെ കണ്ടപ്പോൾ ഈ അറബി കച്ചവടക്കാർ, മൊറോക്കൻ ട്രേഡേഴ്സ് ആദ്യം ചോദിച്ചത് എന്തിനാണ് ചെകുത്താനെ നീ ഇവിടെ വന്നതെന്നാണ്. അത് കേട്ടപ്പോൾ പരമാനന്ദം, എൻ്റെ ഭാഷയാണല്ലോ സംസാരിക്കുന്നത്, ചെകുത്താൻ എന്നൊക്കെ വിളിച്ചാലും ഞങ്ങളെ ഭാഷ എവിടെ ഒരാൾ സംസാരിക്കണമെന്ന് കേട്ട് അങ്ങനെ അവരായിട്ട് ലോകിയായി. അവർക്ക് പിന്നെ ഈത്തപ്പഴവും എന്തൊക്കെ കൊടുത്ത് സൽക്കരിച്ച് എന്നിട്ട് പറഞ്ഞു കാര്യം എന്ന് പറഞ്ഞു സാമൂഹ്യപ്പാട് ഇവിടെ ഇല്ല, പൊന്നാനി പോയിരിക്കുകയാണ്, ഒരാഴ്ച പിടിക്കും തിരിച്ചു വരാൻ, ഞങ്ങൾ വിവരം അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ തിരിച്ചു വന്നു. പക്ഷേ സാമൂഹ്യപ്പാടിൻ്റെ കൽപ്പന എന്താ വെച്ചാൽ ഇവർ ഇവിടെ പോകണം, പന്തലായനി കൊല്ലത്ത് പോയിട്ട്, അവിടെയാണ് ഉൾക്കടലുള്ളത്. ഈ കാറ്റും കോളയും വന്നാൽ കപ്പലുകൾക്ക് നിൽക്കാൻ അവിടെ പറ്റുള്ളൂ, മറ്റേ കാപ്പാടൊന്നും പറ്റില്ല, കോഴിക്കോടും പറ്റില്ല. അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ സാമൂഹ്യപ്പാടിന് കുറച്ച് സംശയം, അല്ല ഗാമിക്ക് കുറച്ച് സംശയമായി, നമ്മളെ പറ്റിക്കാനുള്ള വല്ല പണികളായിരിക്കുമോ എന്നൊക്കെ. പിന്നെ വേറെ ഗതിയൊന്നുമില്ല, അങ്ങോട്ട് തുഴഞ്ഞ് കാട്ടില്ലല്ലോ, പിന്നെ തുഴഞ്ഞ് അവിടെ കൊണ്ടുപോയി നിർത്തി. അപ്പോഴേക്ക് സാമൂഹ്യപ്പാടിൻ്റെ കോഴിക്കോട് തലച്ചെന്നൂർ എന്ന് പറയുന്ന ഒരു കമാൻഡർ, അയാളും 10-200 നായന്മാരെയും കൂടി അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അവരവിടെ ചെന്ന് സ്വീകരിച്ച് എന്നിട്ട് കര വഴിയാണ്
ഇവരെ കൂട്ടിക്കൊണ്ടുവന്നു. കച്ചവടക്കാരെ ഒരുപാട് കണ്ട തിരുമേനിക്ക് കൊള്ളക്കാരെ തിരിച്ചറിയാൻ അധിക സമയം വേണ്ടി വന്നില്ല. അവർ തിരുമേനിയുടെ മുമ്പിൽ കാഴ്ചവെച്ച ദ്രവ്യങ്ങളിൽ നിന്ന് അക്കാര്യം കൂടുതൽ വ്യക്തമാവുകയും ചെയ്തു. അത്തരം തരംതാണ പിച്ചളപ്പാത്രങ്ങൾ സാമൂതിരി കോവിലകത്തെ അന്തർജനങ്ങൾ കുളിമുറിയിലോ കുളക്കടവിലോ പോലും ഉപയോഗിച്ചിരുന്നില്ല. ഗാമ കച്ചവടക്കാരനല്ലെന്ന് മനസ്സിലാക്കിയ തിരുമേനി ഗാമയ്ക്ക് കച്ചവടമൊന്നും നടന്നില്ലെങ്കിലും ഭാരിച്ച ഒരു ചുങ്കം ആവശ്യപ്പെട്ടു. തിരുമേനി പ്രതീക്ഷിച്ചതുപോലെ ഗാമ ചുങ്കമടച്ചില്ല എന്ന് മാത്രമല്ല, 5 മുക്കുവരെ പിടിച്ച് കപ്പലിലിട്ട് 1498 നവംബർ 4 കോലത്തിരിയുടെ നാടായ കണ്ണൂരിലേക്ക് മുങ്ങി. 1499 സെപ്റ്റംബർ 8 പോർച്ചുഗലിൽ തിരിച്ചെത്തിയ ഗാമയോടൊപ്പം മാനുവൽ രാജാവ് പ്രതീക്ഷിച്ചതിന്റെ 60 ഇരട്ടി ചരക്കുകൾ ഉണ്ടായിരുന്നു. ഗാമ പോർച്ചുഗലിലേക്ക് കടത്തിയതിൽ 90% അറബി കച്ചവടക്കാരെ കൊള്ളയടിച്ച സാധനങ്ങൾ. ഗാമ കൊള്ളയടിച്ചുണ്ടാക്കിയ നേട്ടം കണ്ട മാനുവൽ രാജാവ് മലബാറിന്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുത്തു. 13 കപ്പലുകളിൽ 1200 പടയാളികളും 8 പാതിരിമാരും ഉൾപ്പെടുന്ന സംഘത്തെ പെഡ്രോ അൽവാരിസ് കബ്രാളിന്റെ നേതൃത്വത്തിൽ മാനുവൽ രാജാവ് മലബാറിലേക്ക് അയച്ചു. അലക്സാണ്ടർ 4 മാർപ്പാപ്പയുടെ അനുഗ്രഹത്തോടുകൂടി മലബാർ ആക്രമിക്കുക, അറബികളെ കൊള്ളയടിച്ച് നശിപ്പിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. 1500 സെപ്റ്റംബർ 13 ഈ കൊള്ളസംഘവും കോഴിക്കോട് എത്തിച്ചേർന്നു. ഗാമ വന്നപ്പോഴുണ്ടായിരുന്ന സാമൂതിരി തിരുമേനിയല്ല ഇപ്പോൾ കോഴിക്കോട് വാഴുന്നത്. 4 മരക്കാറുമാർ പറങ്കികളോട് പടവെട്ടിയ കാലയളവിൽ 15 സാമൂതിരി തിരുമേനിമാർ നാടുവാണിട്ടുണ്ടായിരുന്നു. ഇക്കാരണം കൊണ്ടുതന്നെ കബ്രാളിന് കോഴിക്കോട് പാണ്ഡികശാല തുറക്കാൻ അനുമതി ലഭിച്ചു. പക്ഷേ മലബാറിലെ കച്ചവടക്കാരും പറങ്കികളോട് സഹകരിച്ചില്ല. അവസാനം കോയപ്പക്കി എന്ന കോയ കബ്രാളിന്റെ സഹായത്തിനെത്തി. എന്നിട്ടും പാണ്ഡികശാല ആയുധപ്പുരയാക്കി മാറ്റുകയും ഒരറബിക്കപ്പൽ കൊള്ളയടിക്കുകയും ചെയ്തു കബ്രാൾ. ഇത് കണ്ട മലബാരികൾക്ക് അടങ്ങിയിരിക്കാൻ സാധിച്ചില്ല. അവർ പാണ്ഡികശാല എന്ന ആയുധപ്പുര തകർക്കുകയും 50 പറങ്കികളെ കൊല്ലുകയും ചെയ്തു. പറങ്കികളുടെ കപ്പലിൽ ഘടിപ്പിച്ചിരുന്ന പീരങ്കി എന്ന് പറയുന്ന ആയുധത്തെക്കുറിച്ച് മലബാരികൾക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. പറങ്കികൾ പീരങ്കികൾക്ക് തീ കൊളുത്തിയപ്പോൾ 2 ദിവസത്തിനുള്ളിൽ മുസ്ലിങ്ങളും നായന്മാരുമടക്കം 600 പേർ മരിച്ചു വീണു. കോഴിക്കോട്ടും പന്തലായനിയിലും വിശ്രമിച്ചിരുന്ന നിരവധി അറബി മലബാർ കപ്പലുകൾ ചുട്ടുകരിക്കപ്പെട്ടു. പിടിച്ചെടുത്ത 10 കപ്പലുകളുമായി കബ്രാൾ കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. കൊച്ചിയിലെത്തിയ കബ്രാളിന് കണ്ണൂരിലെ കോലത്തിരിയിൽ നിന്ന് ഗാമയ്ക്ക് ലഭിച്ചതുപോലുള്ള സ്വീകരണം ലഭിച്ചു. കബ്രാൾ കൊച്ചിയിൽ പാണ്ഡികശാലകൾ സ്ഥാപിച്ചു. ആറ്റിങ്ങൽ റാണിയുടെ ക്ഷണവും കബ്രാളിന് ലഭിച്ചു. പക്ഷേ തന്നെ തേടി വരുന്ന സാമൂതിരിപ്പടയെ കണ്ട കബ്രാൾ സ്വന്തം ഉദ്യോഗസ്ഥന്മാരെ പോലും കൊച്ചിയിൽ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു. 1502 20 കപ്പലുകളുമായി ഗാമ വീണ്ടും അറബിക്കടലിലെത്തി കൊള്ളയടി തുടർന്നു. ഈ കൂട്ടത്തിൽ വളരെ ദയനീയമായത് മക്കയിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന തീർത്ഥാടകരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന യാത്രാ കപ്പലിലെ സമ്പത്ത് മുഴുവനും മാടായി കെടുത്തുവെച്ച് കൊള്ളയടിച്ചതിനു ശേഷം അതിലെ 300ഓളം യാത്രക്കാരെ കപ്പലടക്കം ചുട്ടുകരിച്ചതാണ്. ഈജിപ്ത് സുൽത്താന്റെ പ്രതിനിധിയായിരുന്ന ജാവേർ ബേഗുമുണ്ടായിരുന്നു ആ കപ്പലിൽ. അദ്ദേഹം ഗാമയുടെ കാലു പിടിച്ചു പറഞ്ഞു, സാർ, ഞങ്ങളെ കൊല്ലരുത്. ഞങ്ങളുടെ സമ്പത്ത് മുഴുവനും താങ്കൾക്കെടുക്കാം. പോരെങ്കിൽ കോഴിക്കോട് നിന്ന് താങ്കളുടെ കപ്പലുകൾ നിറയെ ഞങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ കയറ്റിത്തരികയും ചെയ്യാം. അവിടെ വരെ ഞങ്ങളെ ചങ്ങലിൽ കെട്ടിയിട്ടോളൂ. ഞങ്ങൾ വാക്കുപാലിച്ചില്ലെങ്കിൽ ഞങ്ങളെ താങ്കൾക്ക് കൊല്ലാം. ഒരു പട്ടാളക്കാരന്റെ മാന്യതയെങ്കിലും ഞങ്ങൾ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഇവരുടെ ഈ വാക്കുകൾ ചെവിക്കൊള്ളാൻ ഗാമ തയ്യാറായില്ല. പക്ഷേ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ഈ 300 പേരെ കീഴടക്കാൻ ഗാമയ്ക്ക് 8 ദിവസങ്ങൾ വേണ്ടി വന്നുവെന്നും 8ാം ദിവസത്തിന്റെ ഒടുവിലാണ്
കപ്പലിന് തീ കൊളുത്താൻ സാധിച്ചതെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് അരിയുമായി വരികയായിരുന്ന 24 കപ്പലുകൾ പിടിച്ചടക്കുകയും അതിലെ 800ഓളം ജീവനക്കാരുടെ മൂക്കും ചെവിയും ചുണ്ടും ഛേദിച്ചതിനു ശേഷം പല്ലുകൾ ഇടിച്ചു കുഴിച്ച് അണ്ണാക്കിലിട്ട് കൊടുക്കുകയും ചെയ്തു. 3 ദിവസം തുടർച്ചയായി കോഴിക്കോടിന് നേരെ പീരങ്കിയുണ്ടകൾ വർഷിച്ചതിനു ശേഷം ഗാമ കൊച്ചിയിലേക്ക് തിരിച്ചു. പരസ്പരം ഒരു കലഹം ഒഴിവാക്കാൻ സാമൂതിരി തിരുമേനി കോഴിക്കോട്ടെ ഒരു പ്രധാന തന്ത്രിയായിരുന്ന തലപ്പണ്ണ നമ്പൂതിരിപ്പാടിനെ ഗാമയുടെ അടുത്തേക്ക് അയച്ചു. പക്ഷേ ഗാമ ആ ബ്രാഹ്മണന്റെ മൂക്കും ചുണ്ടും ചെവികളും ഛേദിച്ചതിനു ശേഷം ചെവികളുടെ സ്ഥാനത്ത് നായയുടെ ചെവികൾ തുന്നിച്ചേർത്ത് സാമൂതിരി തിരുമേനിയുടെ അടുത്തേക്ക് അയച്ചു. നായച്ചെവികളുമായി തലപ്പണ്ണ നമ്പൂതിരിപ്പാട് സാമൂതിരി തിരുമേനിയുടെ അടുത്തെത്തിയതോടൊപ്പം തന്നെ മാടായിയിലെ കൂട്ടക്കൊലയുടെ വാർത്തയും തിരുമേനിയെ തേടിയെത്തി. ഇതോടെ നായർപ്പടയും മലബാർ കച്ചവടക്കാരും സാമൂതിരി തിരുമേനിക്ക് വേണ്ടി അണിനിരക്കാൻ തയ്യാറായി. ഈജിപ്തിലെ അറബികളുടെ സഹായ വാഗ്ദാനവും തിരുമേനിയെ തേടിയെത്തി. 1503 മാർച്ച് 13 ഖോജ അംബറിന്റെ നേതൃത്വത്തിൽ 20 വലിയ കപ്പലുകളും 70 ചെറുകപ്പലുകളും ഉൾപ്പെടുന്ന ആദ്യ സംഘം കൊച്ചിയിലേക്ക് തിരിച്ചു. ഇതിനിടയിൽ വാസ്കോ ഡ ഗാമ തന്റെ കീഴിലെ ക്യാപ്റ്റനായിരുന്ന വിൻസെന്റ് സോദ്രയെ യുദ്ധച്ചുമതലയേൽപ്പിച്ച് കിട്ടിയിടത്തോളം കൊള്ളമുതലുകൾ നിറച്ച 10 കപ്പലുകളുമായി പോർച്ചുഗലിലേക്ക് മുങ്ങി. ഖോജ അംബറിന്റെ സൈന്യത്തിന് പറങ്കികളുടെ പീരങ്കികൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. പിന്നാലെ ചെന്ന ഖോജ കാസിമിന്റെ 100ഓളം കപ്പലുകൾക്കും പീരങ്കികൾക്കും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ മടങ്ങേണ്ടി വന്നു. ഇതിനിടയിൽ പറങ്കികൾക്ക് സർവസഹായവും നൽകിക്കൊണ്ടിരുന്ന കൊച്ചി രാജാവിനെ പള്ളുരുത്തിക്കാവിൽ നിന്ന് വൈപ്പിൻ ദ്വീപിലേക്ക് ഓടിക്കാൻ സാമൂതിരി സൈന്യത്തിന് സാധിച്ചു. ഫ്രാൻസിസ്കോ ഡി ആൽബുക്കർക്കിന്റെ നേതൃത്വത്തിൽ ഒരു വൻ സൈന്യം പോർച്ചുഗലിൽ നിന്ന് എത്തിച്ചേർന്നതോടെ സാമൂതിരി സൈന്യത്തിന് വൈപ്പിൻ ദ്വീപിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. കൊച്ചി രാജാവിനെ ആൽബുക്കർക്ക് വൈപ്പിൻ ദ്വീപിൽ നിന്ന് തിരിച്ചുകൊണ്ടുവന്ന് കൊച്ചിയിൽ കുടിയിരുത്തി. ഇതിനുശേഷം പറങ്കികൾ വൈപ്പിൻ ദ്വീപിൽ വളരെ ശക്തമായൊരു കോട്ട പണിതു. അതിനു മുമ്പ് പറങ്കികൾ കണ്ണൂരിൽ പണിത കോട്ട വളരെ ചെറുതായിരുന്നു. കൊച്ചി രാജാവിന്റെയും കണ്ണൂരിലെ കോലത്തിരി രാജാവിന്റെയും സഹായത്തോടെ ആൽബുക്കർക്ക് അറബിക്കടലിൽ നരനായാട്ട് തുടർന്നു. ഒരുപാട് കച്ചവടക്കാരുടെ മൃതദേഹങ്ങൾ കടലിൽ ഒഴുകി നടന്നു. ഇതിനിടയിൽ പറങ്കികൾ ആറ്റിങ്ങൽ റാണിയുടെ സമ്മതത്തോടെ തെക്കൻ കൊല്ലത്ത് ഒരു പാണ്ഡികശാല സ്ഥാപിക്കുകയും ചെയ്തു. പറങ്കിപ്പട കൊച്ചിയിലെ മുസ്ലിം കച്ചവടക്കാരെ തിരഞ്ഞുപിടിച്ച് വകവരുത്തി തുടങ്ങി. മലബാർ കച്ചവടക്കാർ കൂട്ടത്തോടെ കൊച്ചി വിട്ടു. ഇവരിൽ ഒരാളായ മുഹമ്മദ് മരക്കാർ കുടുംബസമേതം പൊന്നാനിയിലേക്ക് താമസം മാറ്റി. അറബിക്കടലിൽ ഒഴുകി നടന്ന കച്ചവടക്കാരുടെ മൃതദേഹങ്ങളിൽ ഒന്ന് കണ്ണൂരിലെ ആലിമരക്കാരുടെ മൃതദേഹമായിരുന്നു. ഇദ്ദേഹത്തിന്റെ മൃതദേഹം കരക്കടിഞ്ഞതോടെ കോലത്തിരി തിരുമേനിയുടെ കണ്ണ് തള്ളിപ്പോയി. കോലത്തിരി തിരുമേനി പറങ്കികളുടെ കണ്ണൂരിലെ ആഞ്ചലോ കോട്ട ഉപരോധിച്ചു. ഈ ഉപരോധത്തിൽ കോലത്തിരിയെ സാമൂതിരി തിരുമേനി സഹായിച്ചു. ഇതിന് പകരം വീട്ടാൻ പറങ്കിപ്പട സാമൂതിരിയുടെ അധീനതയിലുള്ള പൊന്നാനി ആക്രമിച്ചു. പൊന്നാനിയിലെ മുസ്ലിങ്ങൾ പറങ്കികളെ ശക്തമായി നേരിട്ടു. ഈ കൂട്ടത്തിൽ കൊച്ചിയിൽ നിന്ന് പൊന്നാനിയിലേക്ക് താമസം മാറിയ മുഹമ്മദ് മരക്കാരുടെയും ഇബ്രാഹിം മരക്കാരുടെയും ആളുകൾ ഉണ്ടായിരുന്നു. മുഹമ്മദ് മരക്കാരുടെ മകൻ കുട്ടി അഹമ്മദ് അലി മരക്കാരാണ് പറങ്കികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. ഈ കുട്ടി അഹമ്മദ് അലി മരക്കാർക്ക് സാമൂതിരി തിരുമേനി പ്രത്യേക തലപ്പാവ് ധരിക്കാനുള്ള അനുമതി നൽകുകയും കുഞ്ഞാലി മരക്കാർ എന്ന ബിരുദം നൽകി ആദരിക്കുകയും ചെയ്തു. പീരങ്കി ഘടിപ്പിച്ച കപ്പൽ വ്യൂഹം സ്വന്തമായുള്ള പറങ്കികളോട് നേരിട്ട് ഏറ്റുമുട്ടുന്നത് പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ കുട്ടി അഹമ്മദ് അലി മരക്കാർ എന്ന കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ പറങ്കികളുടെ ഭാഷയിലെ ഹിറ്റ് ആൻഡ് റൺ എന്ന യുദ്ധതന്ത്രം ചരിത്രത്തിൽ ആദ്യമായി അവതരിപ്പിച്ചു.
വളരെ വേഗത്തിൽ നീങ്ങുന്ന കൊച്ചു തോണികളുമായി ചെന്ന് പറങ്കികളുടെ കപ്പലിൽ തീപ്പന്തം എറിയുക, അല്ലെങ്കിൽ തീയമ്പെയ്യുക. ഇതായിരുന്നു ആ തന്ത്രം. 1507 സാമൂതിരി തിരുമേനിയിൽ നിന്ന് ബിരുദം കരസ്ഥമാക്കിയ കുഞ്ഞാലിമരക്കാർ ഒന്നാമൻ ഈ ഒളിപ്പോരിനു വേണ്ടി ഒരുപാട് ചെറുതോണികൾ സജ്ജീകരിച്ചു. മനുഷ്യർ കടന്നലുകളെ ഭയപ്പെടുന്നതുപോലെ സർവസന്നാഹങ്ങളുമുള്ള പറങ്കികൾ കുഞ്ഞാലിമരക്കാർ ഒന്നാമന്റെ ചെറുതോണികളെ ഭയന്നു. അറബിക്കടലിലെ അവരുടെ കൊള്ളകൾ ഗണ്യമായി കുറഞ്ഞു. ക്യാപ്റ്റൻ കുറ്റ്യാലി ഒരു നാവികനുണ്ടായിരുന്നു. അയാൾ ഈ പോർച്ചുഗീസ് സൈന്യം കടലടക്കി വാണിരുന്നു. ഇതിൽ ഏതൊരു കപ്പൽ പോകണമെങ്കിൽ അവരെ തിട്ടൂരം വേണമെന്ന് പറഞ്ഞു. തിട്ടൂരം ഇവിടുന്ന് തിട്ടൂരമായ അപ്പുറത്തെ പോർച്ചുഗീസുകാരെ എത്തിയാൽ അവർ ഓക്കെ ചെയ്താലേ പോകാൻ കഴിയും. പക്ഷെ അധികം ഓക്കെ അല്ല, പിടിച്ചടക്കാനുള്ള കടലാസായത് പോർച്ചുഗീസ് ഭാഷയിലേക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ഇത് മനസ്സിലാക്കിയ കുറ്റ്യാലി എന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുന്ന കപ്പലുകൾക്ക്, ചരക്കുകൾക്ക് സ്വന്തമായിട്ട് സന്നാഹം ഉണ്ടാക്കി. ആ സന്നാഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുറേ ചെറുവള്ളങ്ങളുണ്ടായിരുന്നു. ചെറുവള്ളങ്ങൾ ഈ പറങ്കിയുടെ വലിയ കപ്പലിനെ കണ്ടാൽ ചുറ്റും നിന്നിട്ട് പിന്നെ അമ്പെയ്യെന്ന് പറഞ്ഞാൽ അമ്പിൻ്റെ മുകളിൽ തീയായിരിക്കും, പന്തം, പായ്ക്ക് തീ കൊടുക്കും. പായ് തീ കൊടുത്താൽ അപ്പോൾ അവർ തീ കൊടുക്കുന്നില്ല, തീക്കെടുത്താനാണ് പറങ്കിയുടെ അതിലുള്ള കപ്പലിലെ സൈന്യങ്ങൾ തീക്കെടുത്താനാണ് ശ്രമിക്കുക. ആ നേരം കൊണ്ട് ഇവർ പാഞ്ഞ് കയറി ചേടിച്ച് പിന്നെ അവരെ കഥ കഴിക്കും. പിന്നെ തിരിച്ചു പിന്നെ ഓടും. ഹിറ്റ് ആൻഡ് റൺ. ഇവരെ ഹിറ്റ് ആൻഡ് റണ്ണാണ്. അടിക്കുക, തിരിച്ചോടുക. ഈ ചെറിയ അതുപോലെ കപ്പലിലെ വലിയ പീരങ്കിയെല്ലാം ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ വെച്ചുകൂടാലോ. താഴോട്ടുള്ള ചെറിയ വള്ളങ്ങളൊന്നും അവരെ ലിമിറ്റിൽ വരില്ല, ടാർജറ്റിൽ വരില്ല. ആ നേരം കൊണ്ട് ഓടിക്കണം. അതുകൊണ്ട് ഹിറ്റ് ആൻഡ് റൺ അത് ഇപ്പോഴും ഒരു പിന്നെ ഇപ്പോഴും സൈന്യത്തിന് ഹിറ്റ് ആൻഡ് റൺ എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട് പഠിപ്പിക്കുന്നത്. 1508 ഗുജറാത്തിലെ ചൗളിൽ വെച്ച് കുഞ്ഞാലിമരക്കാർ ഒന്നാമനുമായി നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ പറങ്കിപ്പട പരാജയത്തിന്റെ കൈപ്പുനീർ കുടിക്കുക തന്നെ ചെയ്തു. ഒരു നൂറ്റാണ്ട് കാലത്ത് നമുക്കറിയാം, ലോകത്തെ ഏറ്റവും പ്രധാനമായ നാവിക കുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനമായ ഒരു കേന്ദ്രം, ശക്തി കേന്ദ്രം കുഞ്ഞാലിമരക്കാന്മാരായിരുന്നു. എന്തുകൊണ്ടും നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഈ ഒരു ഘട്ടത്തെപ്പറ്റി 16-ാം നൂറ്റാണ്ടില് പോർച്ചുഗീസുകാർക്കെതിരായിട്ട് മുസ്ലിം സംഘടന, മുസ്ലിം പ്രവർത്തനങ്ങൾ, ഇസ്ലാമിക ആശയത്തിന്റെ പ്രചോദനത്തിൽ നിന്നും ഉയർന്നു വന്ന പ്രവർത്തനങ്ങളാണ് ഇവ. പക്ഷെ ആ പ്രവർത്തനങ്ങളെ വേണ്ടത്ര രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നതാണ് ഒരു ചരിത്ര വാസ്തവം. എന്നാൽ ഇന്ന് പുതിയ പുതിയ പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നുകൊണ്ട് 16-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തുവാനുള്ള ഒരു ശ്രമത്തിലാണ് ചരിത്രകാരന്മാർ. ഉദാഹരണത്തിന് തൂഫത്തുൽ മുജാഹിദീന്റെ ഏതാണ്ട് 36 ലോക ഭാഷകളിലേക്ക് പരാവർത്തനം ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് തൂഫത്തുൽ മുജാഹിദീൻ. എന്നാൽ കേരളക്കരയിൽ മുസ്ലിം സമൂഹം തന്നെ ഈ ഗ്രന്ഥത്തിന് ഇന്ന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയുവാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ നമുക്കറിയാം, ഈ പുതിയ ഗവേഷണങ്ങള് പുതിയ കാഴ്ചപ്പാടുകളിലേക്കും ഇസ്ലാമിക സമൂഹം ഇവിടുത്തെ രണ്ടാം സമൂഹമല്ലെന്നും ഒരുപോലെ ഇവിടുത്തെ മണ്ണിന്റെ മക്കളാണെന്നും ഈ മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അവര് പടപൊരുതി മരിച്ചതെന്നും പുതിയ ചരിത്ര ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നു. നമുക്കറിയാം, കുണ്ടോട്ടിയിൽ നിന്ന് ഈയിടെ കണ്ടെടുത്ത ഒരു കുത്തുബ, ആ കുത്തുബയിൽ പറയുന്നത് ചാലിയം യുദ്ധത്തിൽ 1571 ചാലിയം യുദ്ധത്തില് മുസ്ലിമീങ്ങളും അതുപോലെ തന്നെ എവിടെയുള്ള മുസ്ലിമീങ്ങളും ആ യുദ്ധത്തില് നായർ സൈന്യത്തോടൊപ്പം സാമൂതിരിപ്പാടിന് വേണ്ടി പടപൊരുതണം എന്നുള്ള കുത്തുബ, ഒരുപക്ഷെ ഒരു ജിഹാദിന്റെ തത്വശാസ്ത്രം തന്നെ ഉൾക്കൊള്ളുന്നൊരു കുത്തുബ നമുക്ക് കണ്ടെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമന്റെ തൂഫത്തുൽ മുജാഹിദീൻ ഗ്രന്ഥത്തില് വാസ്തവത്തില് ഇവരെ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അദ്ദേഹം അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ അറബി ഭാഷ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമൂതിരിപ്പാടിന് വേണ്ടി നിരന്തരം ഈജിപ്ത് സുൽത്താനുമായും ഗുജറാത്തിലായും ബിജാപൂരിലെ രാജാക്കന്മാരും എല്ലാമായിട്ട് നിരന്തരം കത്തിടപാടുകൾ നടത്തിയിരുന്നു. അങ്ങനെ ഒരു ചെറുത്തുനിൽപ്പിന്റെ പശ്ചാത്തലം, ആശയപരമായ പശ്ചാത്തലം ഒരുക്കിയിരുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമായിരുന്നു. സാമൂതിരിയുമായി സന്ധി ചെയ്യാതെ ഇനി മുന്നോട്ടു പോകാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ പറങ്കികൾ അതിനുവേണ്ടി ചരടുവലികൾ തുടങ്ങി. പക്ഷേ കുഞ്ഞാലിമരക്കാർക്ക് തലപ്പാവ് നൽകി ആദരിച്ച തിരുമേനിയിൽ നിന്ന്
ഒരു സന്ധി പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് പറങ്കികൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. പറങ്കിത്തലവൻ ആൽബുക്കർക്ക് ഈ തിരുമേനിയെ ഒരു ചതിയൻ ഏറാൾപ്പാട് മുഖേന വിഷം നൽകി കൊന്നു. കാരണം അടുത്ത കിരീടാവകാശി തങ്ങൾക്കനുകൂലമായി നിൽക്കുമെന്ന് ആൽബുക്കർക്കിന് അറിയാമായിരുന്നു. 1513 ഡിസംബർ 24 പറങ്കികൾ പുതിയ തിരുമേനിയുമായി സന്ധി ചേർന്നു. ഈ സന്ധിയുടെ പിൻബലത്തിൽ പറങ്കികൾ കോഴിക്കോട് ഒരു കോട്ട കെട്ടിപ്പൊക്കി. മലബാർ തീരത്തെ വാണിജ്യ നിയന്ത്രണം മുഴുവനും പറങ്കികളുടെ കൈകളിലായി. ഇതോടെ അറബിക്കച്ചവടക്കാർ മലബാർ തീരത്ത് പ്രത്യക്ഷപ്പെടാതെയായി. ചരിത്രത്തിൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കുഞ്ഞുമരക്കാറാണ്. കുഞ്ഞുമരക്കാർ തന്നെ യുദ്ധത്തിലേക്ക് വരാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്കറിയാം. ഒരു പെൺകുട്ടിയെ പറങ്കികൾ ഈ പിടിച്ചു കൊണ്ടുപോയി കപ്പലിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞപ്പോഴാണ് കുഞ്ഞുമരക്കാർ യുദ്ധസങ്കേതത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ കല്യാണം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. നിക്കാഹിന്റെ സന്ദർഭത്തിലാണ് അദ്ദേഹം ഈ വസ്ത്രം മാറ്റിയിട്ട്. അന്ന് എല്ലാവരും, പ്രത്യേകിച്ചും മരക്കാർമാരൊക്കെ നല്ല ആയുധ പരിശീലനം നേടിയ ആളുകളായിരുന്നു. ശരിക്കും അവരിലൂടെയാണ് ഈ കളരികളൊക്കെ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. അവരും നമുക്കറിയാം നമ്മുടെ ഉത്തര മലബാറിൽ ഈ തച്ചോളി ഉദാനന്മാരുമായിട്ടൊക്കെ വലിയ ബന്ധം ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് ഒരു മിലിറ്ററി ക്യാരക്ടർ ശരിക്കും മാപ്പിളമാർക്ക് കൊടുക്കുന്നത് മരക്കാറാണ്. അതിനു മുമ്പ് ഒരിക്കലും മുസ്ലിംസിന് അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല. പിന്നെ അത് മാത്രമല്ല, ഈ പറങ്കികള് ശരിക്കും ഒരു അധിനിവേശം ഉണ്ടാകുന്നത് കാരണം ഈ കുരിശ് യുദ്ധങ്ങളായിരുന്നു. 11-12 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ നടന്ന കുരിശ് യുദ്ധങ്ങളിൽ 12 കുരിശ് യുദ്ധം നടന്നു എന്നും 9 കുരിശ് യുദ്ധമാണെന്നും അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ കുരിശ് യുദ്ധങ്ങളിൽ മൊത്തം യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ പരാജയപ്പെടുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ക്രിസ്ത്യാനികൾ പിന്നെ ഇസ്ലാമിനെ നേരിട്ട് അറിയാനുള്ള ശ്രമം തുടങ്ങി. എന്ന് മാത്രമല്ല, ക്രിസ്ത്യനായ പട്ടാളക്കാർ മുസ്ലിം പ്രദേശങ്ങളിലേക്ക് വന്നപ്പോൾ അവർ മുസ്ലിം സംസ്കാരം ഉൾക്കൊള്ളാനും തുടങ്ങി. കാരണം മുസ്ലിങ്ങളെ തോൽപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വിജ്ഞാനം നേടണം എന്ന ചിന്തകളിലേക്കൊക്കെ വന്നു. അങ്ങനെ കുരിശ് യുദ്ധങ്ങളിൽ നിന്ന് ഒരു പോസിറ്റീവായ പാഠം ക്രിസ്ത്യാനികൾ പഠിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ അവസാനം വരുന്നത് 12-ാം നൂറ്റാണ്ട് കാലത്ത് തന്നെ സ്പെയിനിൽ നിന്ന് മുസ്ലിങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അപ്പൊ സ്പെയിനിലാണ് ശരിക്കും ഒരു ആന്റി മോറിഷ് മൂവ്മെന്റ് യൂറോപ്യന്മാരിൽ നിന്ന് നേരിട്ടുണ്ടാകുന്നത്. അത് ഒരു ബുദ്ധിപരമായ ഒരു എതിർപ്പ്. അതിനു മുമ്പ് ജെറൂസലം പിടിച്ചടക്കി അവിടെ കുറച്ചു കാലം ക്രിസ്ത്യാനികൾ ഭരിച്ചു. സലാഹുദ്ദീൻ അയ്യൂബി വന്ന് അവരിൽ നിന്ന് വീണ്ടും പിടിച്ചടക്കി. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ശരിക്കും ഒരു മുസ്ലിം ഭരണത്തിന്റെ യഥാർത്ഥ ഫലം അവിടുത്തെ ക്രിസ്ത്യൻ ലോകത്തിന് ലഭിക്കുന്നത്, അതിന്റെ ഒരു വൈജ്ഞാനികമായ ഫലം ലഭിക്കുന്നത് സ്പെയിനിൽ വെച്ചാണ്. അത്രയ്ക്കും സ്പെയിനിൽ ഒരുപാട് കാലം 8-ാം നൂറ്റാണ്ട് മുതൽ ഭരണം തുടങ്ങി 12-13 നൂറ്റാണ്ട് വരെ അവിടെ ഭരിച്ചിട്ടുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ വരെ ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിന് ഇടക്ക് വലിയ മുസ്ലിങ്ങൾ ഇത്രയും വളരുന്നു, ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളാകുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മുസ്ലിം വേഷവും മുസ്ലിം പഠനവും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് ക്രിസ്തീയ സഭയെ നന്നായി സ്വാധീനിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒരു ശക്തമായ നീക്കം ഇസബെല്ലയുടെയൊക്കെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായത്. ഫെർഡിനാൻഡ്, ഇസബെല്ല തുടങ്ങി ഒരുപാട് ക്രിസ്തീയ നാട്ടുരാജാക്കന്മാർ വരികയും അവർ ഈ അറബ് മേധാവിത്വത്തിനെതിരെ, അമവികൾക്കെതിരെ ശക്തമായി രംഗത്ത് വരികയും ചെയ്തു. അപ്പോൾ അവിടെ നിന്നുള്ള ഈ പ്രചോദനം ആ സ്പാനിഷ് ഉപഭൂഖണ്ഡത്തിൽ നിന്നാണ് ഈ പോർച്ചുഗൽ എന്ന രാജ്യം ഉണ്ടാകുന്നത്. ഒരു ഭാഗത്ത് പോർച്ചുഗൽ സ്പാനിഷ് ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ എല്ലായിടത്തുമുള്ള പുരോഹിതന്മാരുടെ അവരുടെ പഠനത്തിൽ നിന്ന് മനസ്സിലായത് അറബികളുടെ ഈ കച്ചവടത്തിന്റെ അല്ലെങ്കിൽ പണത്തിന്റെ സ്രോതസ് മുഴുവനും ഈ ഇന്ത്യയിൽ നിന്നാണ്, മലബാറിൽ നിന്നാണ് എന്നവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് മലബാറിന്റെ ആധിപത്യം സ്ഥാപിച്ചാൽ മാത്രമേ ഇത് നടപ്പാവുകയുള്ളൂ എന്ന് തോന്നിയത് കൊണ്ടാണ് പോർച്ചുഗലിലെ ഈ ക്രിസ്തീയ പുരോഹിതന്മാര്, ബിഷപ്പുമാർ ഒരു യോഗം കൂടിയിട്ട് കുറെ ആളുകൾ ഇങ്ങോട്ട് അയക്കുന്നത്. ബർത്തലോമിയോ വന്നു, അവരൊക്കെ. പക്ഷെ അവസാനം ഇദ്ദേഹമാണ് അതിന് തയ്യാറായി വന്നത്. നമുക്കറിയാം, ബർത്തലോമിയോ വന്നു, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വരെ വന്നത് കേപ്പ് ഓഫ് സ്റ്റോം ആണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി. കുറെ ആളുകൾ മരിച്ചുപോയി. പക്ഷെ വീണ്ടും വാസ്കോഡിഗാമ അതിന് തയ്യാറാവുകയാണ്. വാസ്കോഡിഗാമയും അദ്ദേഹം 2-3 കപ്പലുകളൊക്കെ ആളുകളായിട്ട് അദ്ദേഹം വരുന്നു. കേപ്പ് ഓഫ് സ്റ്റോം, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അവിടെ വന്നപ്പോൾ അദ്ദേഹം തന്നെ തിരിച്ചു പോരാനുള്ള ഒരു ശ്രമം നടത്തുമ്പോഴാണ് അറബികളായ കുറച്ച് ആളുകൾ അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ അവര്
അവരുമായി സമ്പർക്കം പുലർത്തി അവർ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഒരു ക്രിസ്തീയ രാജാവിനെ കാണാൻ പോവുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അറബികൾ പാവം അവർ സഹായിച്ചു. അതിൽ ഇബ്നു വാജിദ് ഉണ്ടായിരുന്നു. ഇബ്നു വാജിദ് നല്ല ബന്ധമാണ്, മലബാറിലുണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു സെയിലറാണ്, നല്ല പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരു വലിയ സ്കോളറായിരുന്നു. അദ്ദേഹത്തിന് മദ്യപാനിയായിട്ടും ഒക്കെയാണ് ഇവർ ചിത്രീകരിച്ചിരിക്കുന്നത് പറങ്കി കൃതികളിലൊക്കെ. എന്തായിരുന്നാലും അവരുടെ സഹായത്തോടു കൂടിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു വരവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ അറബികളുടെ കച്ചവട കുത്തക ഇവിടെ തകർക്കുക. അതിന് കത്തുമായിട്ടാണ് വന്നത്. അവർക്ക് സഹായം ചെയ്തു സാമൂതിരിക്ക് കത്ത് അറബിയിൽ എഴുതിയിട്ടാണ് കത്തുമായിട്ടാണ് വന്നത്. കത്ത് വായിച്ചു കൊടുത്ത് കോഴിക്കോട്ടെ ഖാദിയാന്ന് പറയുന്നത്. അപ്പൊ അത്രയ്ക്കും വന്നപ്പോഴും സാമൂതിരി ആ സമയത്ത് പൊന്നാനിയാണ്. അപ്പോൾ ഇവിടെ വന്നു എന്നറിയുമ്പോൾ അതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം തങ്ങൾക്ക് ഒരു ക്രിസ്തീയ രാജാവ്, അതൊരു ലെജൻഡറി രാജാവാണ്, ആ രാജാവ് എവിടെയോ ഇന്ത്യയിൽ എവിടെയോ ഭരിക്കുന്നുണ്ട് എന്നാ അപ്പൊ അദ്ദേഹത്തെ കാണാൻ വരിക, അതോടൊപ്പം തന്നെ അറബികളുടെ കുത്തക, അങ്ങനെ ക്രിസ്തീയ മേധാവിത്വം സ്ഥാപിക്കുക എന്നായിരുന്നു ലക്ഷ്യം. 1515 ആൽബുക്കർക്കിന്റെ മരണത്തോടെ പറങ്കികൾ വീണ്ടും കൊള്ളയടിയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ കൊള്ളക്കാരെ നേരിട്ടുകൊണ്ട് കുഞ്ഞാലിമരക്കാർ ഒന്നാമന്റെ ചെറുതോണികൾ അറബിക്കടലിൽ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരുന്നു. 1522 ആൽബുക്കർക്കുമായി സന്ധിയിലേർപ്പെട്ട തിരുമേനിയും തീപ്പെട്ടു. കുഞ്ഞാലിമരക്കാരെ ഒതുക്കാതെ അറബിക്കടലിൽ ഒരു കൊള്ളയും സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ പറങ്കി രാജാവ് വീണ്ടും ഗാമയെ തന്നെ ദൗത്യമേൽപ്പിച്ചു. 1524 ഒക്ടോബറിൽ തന്റെ 64-ാം വയസ്സിൽ സർവസന്നാഹങ്ങളുമായി ഗാമ 3-ാം തവണ ഗോവയുടെ ഗവർണർ എന്ന നിലയിൽ കൊച്ചിയിൽ എത്തിച്ചേർന്നെങ്കിലും ഡിസംബറിൽ മരണമടഞ്ഞു. 1525 പറങ്കിപ്പട പൊന്നാനി ആക്രമിച്ചു. ഗാമയോടൊപ്പം ഇന്ത്യയിൽ എത്തിച്ചേർന്ന സന്നാഹമാണ് സാമൂതിരിയുടെ നാവിക ആസ്ഥാനമായിരുന്ന പൊന്നാനിയിൽ അക്രമം അഴിച്ചുവിട്ടത്. ഈ യുദ്ധത്തിൽ കുഞ്ഞാലിമരക്കാർ ഒന്നാമന് തോൽവി സമ്മതിക്കേണ്ടി വന്നു. പറങ്കിപ്പട പൊന്നാനി നഗരം ചുട്ടു ചാമ്പലാക്കി. പക്ഷേ അടങ്ങിയിരിക്കാൻ കുഞ്ഞാലിമരക്കാർ ഒന്നാമൻ തയ്യാറായില്ല. മരക്കാർ കോഴിക്കോട്ടേക്ക് താമസം മാറ്റി. നാവിക സന്നാഹം പൂർവാധികം ശക്തിപ്പെടുത്തി. 1526 പറങ്കികളുടെ കോഴിക്കോട്ടെ കോട്ട, ഇന്നത്തെ ബീച്ച് ഹോട്ടലിനടുത്തുള്ള കോട്ട, അവരെ കൊണ്ടുതന്നെ പൊളിപ്പിക്കാൻ കുഞ്ഞാലിമരക്കാർ ഒന്നാമന് സാധിച്ചു. പറങ്കികൾ കോട്ട പൊളിച്ച് കൊച്ചിയിലേക്ക് രക്ഷപ്പെട്ടെങ്കിലും ഇവരെ കോഴിക്കോട് നിന്ന് തുരത്തുകയല്ല കുഞ്ഞാലിമരക്കാർ ഒന്നാമന്റെ ലക്ഷ്യം. ഇന്ത്യയിൽ നിന്നു തന്നെ കെട്ടുകെട്ടിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിനിടയിൽ കുഞ്ഞാലിമരക്കാർ ഒന്നാമനുമായുള്ള യുദ്ധത്തിൽ മുറിവേറ്റ പറങ്കി ക്യാപ്റ്റൻ മനസ് മരിച്ചു. ഈ വർഷം പറങ്കികളുടെ 50ഓളം കപ്പലുകൾ കുഞ്ഞാലിമരക്കാർ ഒന്നാമൻ പിടിച്ചടക്കി. പറങ്കികളുടെ കേന്ദ്രങ്ങളായ ഗോവയ്ക്കും കൊച്ചിക്കും ഇടയിലെ ബന്ധം താറുമാറായി. പറങ്കികളെ ഇന്ത്യയിൽ നിന്ന് എന്നേക്കുമായി കെട്ടുകെട്ടിക്കാൻ കുഞ്ഞാലിമരക്കാർ ഒന്നാമൻ ഈജിപ്ത് സുൽത്താന്റെ സഹായം തേടിയിരുന്നു. സുൽത്താന്റെ സന്നാഹവും കുഞ്ഞാലിമരക്കാർ ഒന്നാമന്റെ സൈന്യവും പറങ്കികളോട് ശക്തമായി യുദ്ധം ചെയ്തു. ഭക്ഷണ ദൗർബല്യം കാരണം സുൽത്താന്റെ സന്നാഹം പിൻവലിഞ്ഞെങ്കിലും കുഞ്ഞാലിമരക്കാർ ഒന്നാമൻ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. ഈ യുദ്ധം ലങ്കയുടെ തീരം വരെ വ്യാപിച്ചു. ആദ്യ വിജയങ്ങൾ കുഞ്ഞാലിമരക്കാർ ഒന്നാമനായിരുന്നുവെങ്കിലും പറങ്കികൾ കൂടുതൽ പടയെ പോർച്ചുഗലിൽ നിന്ന് വരുത്തിക്കൊണ്ടിരുന്നു. 1538 വരെ ഈ പോരാട്ടം തുടർന്നു. ഈ വർഷം കുഞ്ഞാലിമരക്കാർക്കും തന്റെ സഹായികളിൽ ചിലർക്കും പരിക്കുപറ്റി. 1539 ചികിത്സയിലായിരുന്ന കുഞ്ഞാലിമരക്കാർ ഒന്നാമനെ ചാരന്മാരുടെ സഹായത്താൽ ചതിയിലൂടെ വധിക്കാൻ പറങ്കി കൊള്ളക്കാർക്ക് സാധിച്ചു. കുഞ്ഞാലിമരക്കാർ രണ്ടാമൻ. പറങ്കിക്കൊള്ളക്കാരുടെ സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയായി നിന്ന കുട്ടി അഹമ്മദ് അലി മരക്കാർ എന്ന കുഞ്ഞാലിമരക്കാർ ഒന്നാമന്റെ മരണത്തിന് ശേഷം തന്റെ മകനായിരുന്ന കുട്ടിപ്പോക്കർ അലി മരക്കാർ പിതാവിന്റെ പാത പിന്തുടർന്നു. കുഞ്ഞാലിമരക്കാർ ഒന്നാമനെ അവസാനിപ്പിക്കാൻ സാധിച്ചാൽ തങ്ങൾക്ക് ഇന്ത്യയിൽ ആധിപത്യമുറപ്പിക്കാൻ സാധിക്കുമെന്ന പറങ്കികളുടെ പ്രതീക്ഷ ഇതോടെ തകർന്നു. കുഞ്ഞാലിമരക്കാർ ഒന്നാമന് പകരം കുഞ്ഞാലിമരക്കാർ രണ്ടാമനായി കുട്ടിപ്പോക്കർ അലി മരക്കാർ രംഗത്തെത്തി. കുട്ടി അഹമ്മദ് മരക്കാർ
അലി ഇബ്രാഹിം മരക്കാർ, പാച്ചാച്ചി മരക്കാർ, ഹസൻ മരക്കാർ, കുട്ടി പോക്കർ മരക്കാർ, കുട്ടി മൂസ മരക്കാർ എന്നിവരായിരുന്നു കുഞ്ഞാലി മരക്കാർ രണ്ടാമന്റെ പ്രധാന സഹായികൾ. കൊച്ചിയിലടക്കം ചെയ്തിരുന്ന പറങ്കിക്കൊള്ളക്കാരുടെ വഴികാട്ടിയായിരുന്ന വാസ്കോ ഡ ഗാമയെ ഈ വർഷം പറങ്കികൾ കുഴി തോണ്ടി പുറത്തെടുത്ത് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയി. കുഞ്ഞാലി മരക്കാരുടെ മുന്നേറ്റം പറങ്കികൾ ഇത്രയധികം ഭയപ്പെട്ടിരുന്നുവെന്നും മലബാറിൽ അവർക്ക് ഇനിയൊരിക്കലും ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കുകയില്ലെന്ന് അവർ കണക്കുകൂട്ടിയിരുന്നുവെന്നും വളരെ വ്യക്തം. പറങ്കികൾ തങ്ങളുടെ കോഴിക്കോട്ടെ പുളിക്കപ്പെട്ട കോട്ടയ്ക്ക് പകരം ചാലിയത്ത് ഒരു കോട്ട കെട്ടിപ്പൊക്കി. പക്ഷേ പറങ്കികളുടെ ലക്ഷ്യം കച്ചവടമോ സമാധാനമോ ആയിരുന്നില്ലല്ലോ. കൊള്ളയും ചതിയുമാണല്ലോ അവരുടെ ലക്ഷ്യം. അറബി കച്ചവടക്കാരെ കൊള്ളയടിച്ചതുപോലെ ചീന കച്ചവടക്കാരെയും പറങ്കികൾ കൊള്ളയടിച്ചു തുടങ്ങി. മലബാറിലെ നാട്ടുരാജാക്കന്മാരെ തമ്മിലടിപ്പിച്ചു തുടങ്ങി. 1550 കൊച്ചിയും വടക്കങ്കൂർ രാജാവും തമ്മിൽ യുദ്ധമുണ്ടായി. പറങ്കികളുടെ സഹായത്താൽ കൊച്ചി രാജാവ് വടക്കങ്കൂർ രാജാവിനെ വകവരുത്തി. സാമൂതിരിയുടെ സുഹൃത്തായിരുന്നു വടക്കങ്കൂർ രാജാവ്. ഇതോടെ സമാധാന സന്ധി വീണ്ടും തകർന്നു. സാമൂതിരി കൊച്ചി ആക്രമിച്ചു. ഇതിനു പകരമായി പറങ്കികൾ പന്തലായനിക്കൊല്ലം നഗരം ചുട്ടുകരിച്ചു. 1553 കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ പറങ്കികൾക്കെതിരെ മധുരയിലെ വിശ്വനാഥ നായിക്കിനെ സഹായിച്ചു. പുന്നേക്കായലിലെ പറങ്കിത്താവളം തകർത്ത് തരിപ്പണമാക്കി. 1558 പറങ്കികൾ കണ്ണൂരിൽ വെച്ച് കുഞ്ഞാലി മരക്കാർ രണ്ടാമന്റെ കപ്പലുകൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടു. തന്റെ 3 കപ്പലുകൾ ഒഴികെ മറ്റെല്ലാം കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ വളരെ സമർത്ഥമായി രക്ഷപ്പെടുത്തി. 1560 പറങ്കികൾ ശ്രീലങ്കൻ കോട്ട കീഴടക്കി ഏഷ്യയിലെ ഏറ്റവും വലിയ കൊള്ളയടി നടത്തി. തടിച്ചുകൊടുത്ത 400 ശവശരീരങ്ങൾ ഉപ്പിട്ട് സൂക്ഷിച്ചു വെച്ചു. പറങ്കികൾ നരഭോജികളായിരുന്നില്ലെങ്കിൽ പിന്നെന്തിനായിരുന്നു ഇങ്ങനെ തടിച്ചുകൊടുത്ത 400ഓളം ശവശരീരങ്ങൾ ഉപ്പിട്ട് സൂക്ഷിച്ചു വെച്ചത്? ലങ്കൻ ചോരക്കുഞ്ഞുങ്ങളെ ഉരലിലിട്ട് ആ കുഞ്ഞുങ്ങളുടെ മാതാക്കളെ കൊണ്ടു തന്നെ ഇടിപ്പിച്ച് ആ പൈതങ്ങളുടെ കരച്ചിൽ പറങ്കി നരഭോജികൾ ഗാലി എന്ന പക്ഷികളുടെ കരച്ചിൽ കേട്ടാസ്വദിക്കുന്നത് പോലെ കേട്ടാസ്വദിച്ചു. അസ്വിഡോ എന്ന പറങ്കി പിശാചാണ് ഈ ക്രൂരകൃത്യത്തിന് നേതൃത്വം നൽകിയത്. പോർച്ചുഗീസ് ഭരണകാലത്ത്, പോർച്ചുഗീസ് കാലഘട്ടത്തിൽ വീടുകൾ എന്ന് പറഞ്ഞാൽ 10 ഏക്കറിൽ ഒരു വീടാണ്. ആളുകളില്ലല്ലോ. 10 ഏക്കറിൽ വലിയൊരു പറമ്പിൽ ഒരു നടുക്കൊരു വീടുണ്ടാവും. അപ്പം ഈ ജനറേഷനൊന്നും അധികമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരു വീടും അയൽവക്കമൊന്നുമില്ല. അപ്പം അങ്ങനെ ഉള്ള ഒരു കുടിലിൽ ഒരു കല്യാണം കഴിഞ്ഞ ആയിഷനെ പിന്നെ അപ്പോൾ ഈ പോർച്ചുഗീസുകാർ ഭർത്താവിനും കാത്തിരിക്കുന്ന ഒരു ആയിഷനെ പോർച്ചുഗീസ് ഭടന്മാർ കുടിച്ച് പൂസായിട്ട് ഈ നിലാവുള്ള രാത്രികളിലൊക്കെ ഈ റൊന്ത് ചുറ്റും കടൽത്തീരത്ത് കൂടെ. അങ്ങനെ ആയിഷനെ കാണാനിടയായിട്ട് അവർ ആയിഷനെ ബലാത്കാരമായിട്ട് തട്ടിക്കൊണ്ടുപോയിട്ട് വെളിയാങ്കല്ലിലേക്ക് ഒരു തോണിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി. അങ്ങനെ അത് കൊണ്ടുപോകുന്ന വഴിയിൽ ഇവർ 9 ആൾക്കാരുണ്ട്. ഇത് പോർച്ചുഗീസ് സോൾജേഴ്സ്. വെള്ളിയാങ്കല്ല് ഇതിൽ തോണി എടുത്ത ശേഷം അതിലേക്ക് കയറ്റിയിട്ട് ഇവളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ 9 ആൾക്കാരും തീരുമാനിച്ചപ്പോൾ അതിൽ ഒരു സോൾജർ വന്ന് പാവമാണ്, ചെയ്യാൻ പാടില്ല. ഏതിലും ഒരു നല്ല മനുഷ്യനുണ്ടാവുമല്ലോ. അയാൾ പറഞ്ഞ് യേശു കാണുന്നുണ്ട്, തെറ്റാണ്, പാടില്ല, ഇതൊരു ക്രൂരമായ നടപടിയാണ്. അപ്പം ബാക്കി 8 ആളുകളെ ഇയാളെ പറയിൽ ചങ്ങലക്കിട്ട് ബന്ധിപ്പിച്ചിട്ട് വാശിക്ക് അയാളെ മുമ്പിലിട്ടിട്ട് അവിടെ ബലാത്സംഗം ചെയ്ത് ഞെട്ടി നോക്കി കടലിൽ എറിഞ്ഞു. അപ്പോൾ ഈ ഭീകരമായ കാഴ്ച കണ്ടിട്ട് അപ്പോൾ ഇയാളൊരു കവിത്വ ഹൃദയം, ഏതൊരാളൊരു ചുമട്ടായിരുന്നു കവിത എഴുതി എന്ന് പറഞ്ഞില്ലേ, അതേമാതിരി ആ സോൾജറുടെ മനസ്സിൽ ഈ ആന്തരികമായിട്ട് ഇതൊരു വിഷമമുള്ള സംഭവമായിട്ട് മാറി. പിന്നീട് ലിസ്ബണിൽ വന്ന കപ്പലിൽ രാജ്യദ്രോഹ കുറ്റം, എന്ത് ഇവന്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് ലിസ്ബണിലേക്ക് അയച്ചു. ലിസ്ബൺ ജയിലിൽ പിന്നെ പോർച്ചുഗീസ് ജയിലിൽ പിന്നെ ജീവപര്യാന്തം തടവിന് ശിക്ഷിച്ച ഇവന് ഒരു കവിത ചെയ്ത ആയിഷയെ കുറിച്ചിട്ട്, ആ കാളരാത്രിയെ കുറിച്ചിട്ട് അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം.
അത് പിന്നീട് ഇവന് ആ കവിത പുറത്തു വന്ന ശേഷം വളരെ പ്രശസ്തമായ കവിത അവിടെയൊക്കെ തന്നെ അത് പാടി നടന്നിരുന്നു എന്ന് പറയുന്നത് ഏത് 15-ാം നൂറ്റാണ്ടിൽ. അതാണ് ഈ ക്രിസ്റ്റീന പറയുന്നത്. അതുപോലെ അപ്പം പിന്നെ ആ കവിത വളരെ പ്രശസ്തമായിരുന്നു. സെറ്റോ എന്ന് പറഞ്ഞ ഒരു നമ്മളെ പ്രണയവും വിരഹവുമാണല്ലോ നമ്മളെ പിന്നെ ഗസലുകൾ. അതേമാതിരി ഗസലിന്റെ ഒരു രൂപമായിരുന്നു സെറ്റോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോർച്ചുഗലിൽ. ആ സെറ്റോ എന്ന് പറയുന്ന ഗാനശാഖയിൽ ആയിഷന്റെ കവിതകൾ പാടിയിരുന്നു പോൽ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഒരു ബ്രിഗേഡിയൻ എഴുതിയ ചരിത്രത്തിൽ നിന്നും പറയാം ഇങ്ങനെ പാടിയിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ കഥകൾ നമ്മൾ മലയാളത്തിലെ മുസ്ലിങ്ങൾക്ക് അറിയില്ല, മുസ്ലിം ചരിത്രകാരന്മാർക്ക് അറിയില്ല, ഈ കേരളത്തിലെ ചരിത്രകാരന്മാർക്ക് അറിയില്ല. ഇത്രയും ഒരു ദുരന്ത കഥ നമ്മുടെ തീരത്തുണ്ടായിരുന്നു ഈ പോർച്ചുഗീസ് കാലഘട്ടത്തിൽ എന്നുള്ളത്. പിന്നെ അറിയുന്നത് എവിടെയെന്ന് വെച്ചാൽ ഈ ആഫ്രോ ഏഷ്യൻ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഈ ക്രിസ്റ്റീന എന്ന് പറഞ്ഞ ഒരു പോർച്ചുഗീസ് വനിത കേരളത്തിൽ വരികയാണ്, ഇന്ത്യയിൽ വരിക. അപ്പോൾ അവൾ ഈ കാശ്മീർ കാണാൻ വേണ്ടി പോകുമ്പോൾ കാശ്മീരിലെ യാത്രയിൽ ഈ ബസ്സിലിരിക്കുമ്പോൾ ബസ്സിൻ്റെ തൊട്ട സീറ്റിൻ്റെ പിന്നിൽ ഒരു മലയാളി അധ്യാപകനുണ്ടായിരുന്നു. അപ്പോൾ ആ അധ്യാപകന് കുറേ ദൂരം ചെന്നപ്പം പഹൽഗാമോ അല്ല ഒരു വലിയ ഹിൽ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ ശേഷം മഞ്ഞ് വീണിട്ട് ബ്ലോക്കായി. ഏത് ഈ ബസ്. അപ്പം ബസ്സിൽ ബ്ലോക്കായപ്പോൾ ആളുകളെല്ലാം ഈ മഞ്ഞ് കാണാനെല്ലാം ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ബസ്സിൽ 2 ആൾ മാത്രം ബാക്കിയായി. ക്രിസ്റ്റീനി ഇറങ്ങിയില്ല, തണുപ്പുണ്ട്. ഈ മാഷും ഇറങ്ങിയില്ല. അപ്പോൾ മാഷ് ബാക്കിലെ സീറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ മാഷുണ്ട്. അപ്പോൾ കൃഷ്ണനെ ചോദിച്ച് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ഞങ്ങൾ കേരളത്തിൽ നിന്ന്. ഓ കേരളമാണോ നിങ്ങളെന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണന് കേരളത്തെ അറിയുമോ എന്ന് ചോദിച്ചു. മാഷൊക്കെ പറഞ്ഞു. ഇയാൾ ചോദിച്ചു കേരളത്തെ അറിയോ ചോദിച്ചു. ഓ കേരളത്തെ അറിയുമെന്ന് ഞാൻ ഈ കേരളത്തിൻ്റെ ഒരു ദുരന്ത കഥ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ആയിഷൻ്റെ സംഭവം മാഷക്ക് പറഞ്ഞു കൊടുക്കുക. ആയിഷയെ അറിയുമോ എന്ന് ചോദിച്ചു ആദ്യം. ഇവളെ വിചാരം ആയിഷ എവിടെയും ഫേമസ് ആണെന്നുള്ളതാണ്. അപ്പോൾ എന്താ എൻ്റെ അയൽവക്കത്തുള്ള ഒരു ആയിഷല്ല, അയൽ കവിഞ്ഞൊരു ആയിഷൊന്നും എൻ്റെ മനസ്സിലില്ല എന്ന് ഇയാൾ മനസ്സിൽ കണക്ക് കൂട്ടുമ്പോൾ ഈ കഥ കൃഷ്ണനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ കൃഷ്ണ കഥ അങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും മിലിറ്ററി വന്ന് ഈ മലകൾ എന്താണ് മഞ്ഞൊക്കെ നീക്കി ബസ് മൂവ് ചെയ്ത് അങ്ങനെ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഈ കവിത ഇറങ്ങിയിട്ട് ഈ കവിത ഇവിടുന്ന് കിട്ടും എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ ബസ് മൂവ് ചെയ്തു വരും. പിന്നെ സംസാരിക്കാനില്ല, 3 സീറ്റ് അപ്പുറത്തല്ലേ. അപ്പം ഇറങ്ങിയ ശേഷം അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ശ്രീനഗറിലല്ലേ ഇറങ്ങുക, കാശ്മീരിൽ പോവുകയാണെങ്കിൽ ആ തലസ്ഥാനത്തല്ലേ ഇറങ്ങുക. എന്തായാലും അവിടെ ഇറങ്ങുമ്പോൾ ബസ്സിൽ നിന്നും ഇറങ്ങിയിട്ട് വിശദമായി സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഈ ശ്രീനഗർ എത്തുന്ന മുമ്പാണ് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ അനന്തനാഗ് ഇറങ്ങി. ആര്? ക്രിസ്റ്റീന ഇറങ്ങിപ്പോയി. ഈ ഉറക്കിൽ ഇയാളത് അറിഞ്ഞിട്ടില്ല. അയാൾ ശ്രീനഗറിൽ ഇറങ്ങി നോക്കുമ്പോൾ ക്രിസ്റ്റീനെ അറിഞ്ഞില്ല. അയാളെ മനസ്സിൽ ഭയങ്കരമായ ദുഃഖമാണ്. അപ്പം ആ സംഭവമാണ് ആവശ്യം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. പക്ഷെ കവിത മാത്രം കിട്ടിയില്ല. ചരിത്രത്തിന് സമർപ്പിക്കാൻ കോഴിക്കോട്ടെ മുസ്ലിങ്ങൾക്ക് ഇതിൽ കവിഞ്ഞ വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ സമർപ്പണം ആയിഷ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആയിഷനെ സമർപ്പിച്ചത്. കത്തോലിക്കക്കാരായ ഈ നരഭോജികളുടെ കൂടെ ഈ വേളയിലുണ്ടായിരുന്ന ബിഷപ്പ് മെനസിസ് കൊച്ചിയിലെ മാർത്തോമാ വിഭാഗം ക്രിസ്ത്യാനികളുടെ ബൈബിളുകൾ മുഴുവനും കൂട്ടിയിട്ട് ചുട്ടുകരിച്ചു. 1564 കണ്ണൂർ കടലിൽ കൊള്ളയടി തുടർന്ന മെസ്കിറ്റോ എന്ന പറങ്കിക്കൊള്ളത്തലവനെ ആലിരാജാവും കോലത്തിരി തിരുമേനിയും ചേർന്ന് നേരിടുകയും കണ്ണൂരിലെ പറങ്കിക്കോട്ട വളയുകയും ചെയ്ത അതേ സമയം തന്നെ കുഞ്ഞാലിമരക്കാർ രണ്ടാമൻ ബഡ്കലിൽ വെച്ച് പൗലോ ഡിലീമ എന്ന പറങ്കിക്കൊള്ളത്തലവനെ നേരിട്ടു. പക്ഷേ കുഞ്ഞാലിമരക്കാർ രണ്ടാമൻ വളരെ മാന്യനായതിനാൽ പൗലോ ഡിലീമയെ ഗോവയിലേക്ക് രക്ഷപ്പെടാൻ അനുവദിച്ചു. 1568 കുഞ്ഞാലിമരക്കാർ രണ്ടാമന്റെ കീഴിലെ കുട്ടിപ്പോക്കർ മരക്കാർ ചാലിയത്തിനടുത്തു വെച്ച് 1000 പറങ്കികളുള്ള ഒരു കപ്പൽ ആക്രമിക്കുകയും ഈ കപ്പൽ പൊട്ടിത്തെറിച്ച് സകലരും മരിക്കുകയും ചെയ്തു. ൽ 1569 കുഞ്ഞാലിമരക്കാർ രണ്ടാമൻ തൻ്റെ 68-ാം വയസ്സിൽ കോഴിക്കോട് വെച്ച് ഇഹലോകവാസം വെടിഞ്ഞു. കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ. പട്ടുമരക്കാരാണ് കുഞ്ഞാലിമരക്കാർ മൂന്നാമനായി അവരോധിക്കപ്പെട്ടത്.
36 കപ്പലുകൾ നിറയെ പറങ്കികളുമായി മിരാൻഡ എന്ന പറങ്കിത്തലവൻ പോർച്ചുഗലിൽ നിന്ന് പുറപ്പെട്ടു. കുഞ്ഞാലിമരക്കാർ മൂന്നാമനെ തകർക്കലായിരുന്നു ലക്ഷ്യം. എന്നാൽ ബീജാപ്പൂർ സുൽത്താൻ ആദിൽ ഷായും അഹമ്മദാബാദ് സുൽത്താൻ നിസാം ഷായും സാമൂതിരി തിരുമേനിയുടെ സഹായത്തിനെത്തി. 1570 ഒരേ സമയം ബീജാപ്പൂർ സുൽത്താൻ പറങ്കികളുടെ ഗോവ കോട്ടയും അഹമ്മദാബാദ് സുൽത്താൻ പറങ്കികളുടെ ചൗൾ കോട്ടയും കുഞ്ഞാലിമരക്കാർ മൂന്നാമനും നായർപ്പടയും ചേർന്ന് പറങ്കികളുടെ ചാലിയം കോട്ടയും ആക്രമിച്ചു. 1571 പറങ്കികളുടെ ചാലിയം കോട്ട കല്ലിന്മേൽ കല്ല് ബാക്കിയാക്കാതെ കുഞ്ഞാലിമരക്കാരും നായർപ്പടയും ചേർന്ന് പൊളിച്ചു മാറ്റി. ഇതോടെ സാമൂതിരി കഴിഞ്ഞാൽ മരക്കാർ എന്ന സ്ഥാനം കുഞ്ഞാലിമരക്കാർക്ക് വന്നു ചേർന്നു. സാമൂതിരിയുടെ ഹെൽപ്പായിരുന്നു അധികം മുസ്ലിംസ് ഉണ്ടായിരുന്നത്. അവരെ ഒരാൾ വിവരിക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ രണ്ടുപേരും രണ്ട് കൂട്ടർ ഒരേ മാതിരിയായിരുന്നു. അത് തുറന്ന് കഴിഞ്ഞും വെച്ച ആ സ്നേഹത്തിനുണ്ടായിരുന്നു. മതമൈത്രിക്ക് ഏറ്റവും പേരുകേട്ട രാജവംശമായിരുന്നു സാമൂതിരി രാജവംശം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞാൽ നേവൽ ചീഫ് ചീഫായിരുന്നു. എന്ത് ഇതുണ്ടെങ്കിലുള്ള കടലിലാണെങ്കിൽ കുഞ്ഞാലി മരക്കാരാണ് ഫസ്റ്റ് പേഴ്സൺ ടു റീച്ച് ദാറ്റ്. വണ്ടിയൊക്കെ ഉണ്ടാക്കാൻ ധാരാളം സ്ഥലം ഏൽപ്പിച്ചു കൊടുത്തിരുന്നു തമിഴ്പാട കാലത്ത്. പിന്നെ സെൽഫ് സഫിഷ്യൻസ്. കുഞ്ഞാലി മരക്കാർ മൂന്നാമന്റെ കാലം തൊട്ടാണ് മരക്കാർമാർ പീരങ്കി ഉപയോഗിച്ചു തുടങ്ങിയത്. ഇതിനിടയിൽ കൊച്ചി രാജാവും പറങ്കികളും തമ്മിൽ പിണങ്ങി. സാമൂതിരി തിരുമേനിയും പറങ്കികളും തമ്മിൽ ഇണങ്ങി. ഇണക്കമല്ലാതെ മറ്റൊരു മാർഗം സാമൂതിരി തിരുമേനിക്കില്ലായിരുന്നു. അറബി കച്ചവടക്കാരുടെ വരവ് പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. ആ വകയിലെ ചുങ്കം ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല. ഇടയിൽ പ്രത്യക്ഷപ്പെട്ട ചീന കച്ചവടക്കാരെയും കാണാനില്ല. നാട്ടുകാരായ മലബാർ കച്ചവടക്കാർക്ക് ചുങ്കം ചുമത്തുന്നത് രാജനീതിയല്ല. കടലിൽ തലങ്ങും വിലങ്ങും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പറങ്കികളുടെ നൂറുകണക്കിന് കപ്പലുകൾ മാത്രം. ഒരു കാര്യവുമില്ലാതെ ശത്രുത തുടർന്ന് യുദ്ധം ചെയ്ത് സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കുന്നതിനേക്കാൾ നല്ലത് പറങ്കികളിൽ നിന്ന് കിട്ടുന്ന ചുങ്കം വസൂലാക്കി സമാധാനത്തോടെ കഴിഞ്ഞുകൂടാ. ഇത് സാമൂതിരി തിരുമേനിയുടെ രാഷ്ട്രീയം. 1584 പറങ്കികൾക്ക് പൊന്നാനിയിൽ കോട്ട കെട്ടാൻ അനുമതി ലഭിച്ചു. മലബാർ കച്ചവടക്കാരുടെ നാവികതന്ത്രങ്ങൾ മുഴുവനും പൊന്നാനിയിൽ നിന്ന് പറങ്കികൾ ചോർത്തുമെന്ന് മനസ്സിലാക്കിയ കുഞ്ഞാലി മരക്കാർ മൂന്നാമനും മരക്കാർമാരും സാമൂതിരി തിരുമേനിയോട് നീരസം പ്രകടിപ്പിച്ചു. മരക്കാരുമാരെ പിണക്കുന്നത് യുക്തിയല്ലെന്ന് മനസ്സിലാക്കിയ തിരുമേനി കുഞ്ഞാലി മരക്കാർ മൂന്നാമനും ഒരു കോട്ട കെട്ടാനുള്ള അനുമതി നൽകി. കോഴിക്കോടിന് വടക്കുള്ള കുറ്റ്യാടിപ്പുഴയോട് ചേർന്ന് വളരെ തന്ത്രപരമായ സ്ഥലമാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ കോട്ട കെട്ടാൻ തിരഞ്ഞെടുത്തത്. പറങ്കികൾ തങ്ങളുടെ കോട്ട പൂർത്തിയാക്കുന്നതിന് മുമ്പ് കുഞ്ഞാലി മരക്കാർ തന്റെ കോട്ട പൂർത്തിയാക്കി. ഈ കോട്ടയുടെ പരിസരത്ത് പുതുപ്പട്ടണം എന്ന പേരിൽ ഒരു പട്ടണവും വികസിച്ചു വന്നു. സാമൂതിരി തിരുമേനിമാർ മാറി മാറി വരുന്നതിനനുസരിച്ച് പറങ്കികളുമായുള്ള തിരുമേനിമാരുടെ ഇണക്കവും പിണക്കവും പതിവാണെങ്കിലും മരക്കാരുമാരും പറങ്കികളും തമ്മിൽ ഒരിക്കലും ഇണങ്ങിയിരുന്നില്ല. മരക്കാരുമാർ പറങ്കികളുമായി പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും സാമൂതിരിപ്പാട് പോർച്ചുഗീസുമാരുമായി ഇണങ്ങിയും പിണങ്ങിയും നടക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായ ഒരു തന്ത്രം ആവിഷ്കരിക്കുവാൻ കുഞ്ഞാലി മരക്കാർക്കും മരക്കാന്മാർക്കും വലിയ വിഷമം നേരിടേണ്ടി വന്നു. കാരണം ഒരവസരം കുഞ്ഞാലി മരക്കാന്മാർ പടവെഴുതുവാൻ ആവശ്യപ്പെടുമ്പോൾ സാമൂതിരിപ്പാട് നയതന്ത്ര ബന്ധത്തിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കുകയായിരുന്നു. ചിലപ്പോൾ കോട്ട കെട്ടുവാൻ അനുവാദം കൊടുക്കരുത് എന്ന് കുഞ്ഞാലി മരക്കാന്മാർ പറയുമ്പോൾ 1531 മറ്റും പൊന്നാനിയിലും മറ്റും ചാലിയത്തും മറ്റും കോട്ട കെട്ടുവാനുള്ള അനുവാദം സാമൂതിരിപ്പാട് കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം ചാലിയത്തെ കോട്ട ഒരിക്കലും അനുവദിക്കരുത് എന്ന് പോർച്ചുഗീസുകാർക്ക് അത് കോഴിക്കോടിന്റെ വാണിജ്യ ബന്ധങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കുവാൻ
ശക്തമാക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് നിരാകരിച്ചുകൊണ്ടാണ് സാമൂതിരിപ്പാട് ചാലിയൻകോട്ട കെട്ടുവാൻ വേണ്ടിയിട്ട് അവരെ അനുവദിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് 1571 സാമൂതിരി പോർച്ചുഗീസുകാർക്കെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആക്രമണത്തിന് പിന്നീട് നേതൃത്വം കൊടുക്കുകയും അതിൽ കുഞ്ഞാലിമരക്കാന്മാരുടെ കപ്പൽപ്പടയും അതുപോലെ തന്നെ അവരുടെ സൈന്യവും എല്ലാം തന്നെ വളരെ ശക്തമായിട്ട് പങ്കെടുക്കുകയുണ്ടായിട്ട് നമുക്കറിയാം. ഇതിനെപ്പറ്റി ഒരു അറബിയിലെ ഒരു പ്രധാന കാവ്യം തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട്. 1594 കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ പന്തലായനിൽ വെച്ച് പറങ്കികളോട് ഏറ്റുമുട്ടുകയും അവരെ തുരത്തിയോടിക്കുകയും ചെയ്തു. ഈ വിജയം ആഘോഷിക്കാൻ നാട്ടുകാർ സംഘടിപ്പിച്ച സ്വീകരണത്തിന് വേണ്ടി കപ്പലിറങ്ങുന്നതിനിടയിൽ ജീവിതത്തിൽ ഒരിക്കലും പറങ്കികളോട് തോറ്റിട്ടില്ലാത്ത കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്ന പട്ടുമരക്കാർ വിധിക്ക് മുമ്പിൽ തോറ്റ് കാലുവെഴുതി വീണു. ഈ വീഴ്ചയിൽ പറ്റിയ പരിക്കുമായി കിടപ്പിലായ തന്നെ സന്ദർശിച്ച സാമൂതിരി തിരുമേനിയോട് കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ പറഞ്ഞു, തിരുമേനി, അങ്ങയെ കാണാൻ സാധിച്ചതാണ് ഈ കിടപ്പിൽ എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം. എഴുന്നേറ്റിരിക്കാൻ വയ്യ, നല്ല തളർച്ചയുണ്ട്. ഈ മെത്തയിൽ കിടന്ന് ഇങ്ങനെയൊരു മരണമായിരുന്നില്ല തിരുമേനി ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. യുദ്ധക്കളത്തിലായിരുന്നു ഞാൻ മരണം പ്രതീക്ഷിച്ചിരുന്നത്. അതേ ധന്യമായ മരണമാകൂ തിരുമേനി. തിരുമേനി മരക്കാരെ ആശ്വസിപ്പിച്ചു. മരക്കാർ മരിക്കാറൊന്നുമായിട്ടില്ല. നമുക്ക് നമ്മുടെ നാടിനു വേണ്ടി ഇനിയും പലതും ചെയ്യാനുണ്ട്. അതിന് ദൈവം മരക്കാർക്ക് ആരോഗ്യം നൽകട്ടെ. തിരുമേനിയുടെ ആശ്വാസവാക്കുകൾ കേട്ട മരക്കാർ പറഞ്ഞു, തിരുമേനി, നമ്മുടെ വിജയത്തിനുള്ള കാരണം പടക്കോപ്പുകളും യുദ്ധതന്ത്രങ്ങളും ഒന്നുമല്ല, നമ്മുടെ ഈ ഐക്യവും യോജിപ്പുമാണ്. ജാതിയും മതവും ശത്രുവിനെ നേരിടുന്നതിന് നമുക്കൊരു തടസ്സമായിരുന്നില്ല. നാടിന്റെ ക്ഷേമം മാത്രമേ നമ്മൾ ഓർത്തിരുന്നുള്ളൂ. അത് നിലനിർത്തണം. സർവശക്തൻ സഹായിക്കട്ടെ. കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ പറഞ്ഞു പൂർത്തിയാക്കിയില്ല. അദ്ദേഹത്തിന്റെ ശരീരം വിയർത്തു, കണ്ണുകൾ പാതി അടഞ്ഞു, മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞു. കോഴിക്കോട് സാമൂതിരി രാജാക്കന്മാരും മുസ്ലിം സഹോദരന്മാരും തമ്മിൽ വളരെ നല്ലൊരു ഐക്യത്തിലാണ് പോയിരുന്നത്. വാസ്തവത്തിൽ സാമൂതിരി ഈ തട്ടകത്തിൻ്റെ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് മരക്കാർ കുടുംബക്കാരുടെ കടൽ വഴിയുള്ള ആ പട്ടാളവും ആ രീതിയിൽ നാവികസേനയാണ് വാസ്തവത്തിൽ സാമൂതിരി രാജാവിനെ നിലനിർത്തി പോകുന്നത്. മാത്രമല്ല 15, 16 നൂറ്റാണ്ടുകളിലൊക്കെ തന്നെയും ഏറ്റവും നല്ല ബന്ധം, കാരണം കൊളോണിയൽ ഭരണത്തിനെതിരെ, കൊളോണിയൽ അധിനിവേശത്തിനെതിരെ വളരെയധികം സമരം ചെയ്ത ഒരേ ഒരു രാജകുടുംബം എന്ന് പറയുന്നത് സാമൂതിരി രാജാക്കന്മാരാണ്. അതല്ലാതെ മറ്റ് ട്രാവങ്കൂർ രാജാവോ കൊച്ചി രാജാവോ അത്തരത്തിൽ ഇത്രയും പോരാടിയിട്ടില്ല. ആ പോരാടുന്നതിൽ ഏറ്റവും അധികം സഹായം ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരാണ്. ആ ഒരു സാഹോദര്യത്തിൻ്റെ അടുപ്പം ഈ നൂറ്റാണ്ടിലും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് വെച്ച് ഞാൻ ഒരു സംഭവം വെച്ച് പറയാം. മറ്റൊന്നല്ല, ഒരു 10-11 വർഷം മുമ്പ് മരിച്ചുപോയ തീപ്പെട്ട സാമൂതിരിപ്പാട് ഏട്ടണ്ണി രാജ, സംസ്കൃത പണ്ഡിതനൊക്കെയാണ്, അവിവാഹിതനായിരുന്നു. ആ ഏട്ടണ്ണി രാജയുടെ അച്ഛൻ താനാട്ടില്ലത്ത് വാമനൻ നമ്പൂതിരിപ്പാടാണ്. 1920കളിൽ മാപ്പിള റിബലിൻ എന്ന് പറയുന്ന ഒരു വളരെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട ഒരു സംഭവത്തിൽ, ആ സംഭവത്തിൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ ഈ മതം മാറ്റി. അങ്ങനെ മതം മാറിയവർക്ക് തന്നെ തിരിച്ചു വരാനുള്ളൊരു അവസരം സാമൂതിരി രാജാവ് കൊടുത്തു. കാരണം അതിങ്ങനെയല്ല, അത് ബ്രിട്ടീഷുകാരുടെ ഒരു കളിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു വരാനുള്ള അവസരം കൊടുത്തു. തിരിച്ചു വരാനുള്ള അവസരം കൊടുത്ത് തളി ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഈ നമ്പൂതിരിമാരൊക്കെ വന്നപ്പോൾ അന്നത്തെ ബ്രാഹ്മണന്മാർ ഇവരുടെ വരവിനെ എതിർത്തു. അതിന് ഇത് സാമൂതിരിപ്പാട് തന്നെ പറഞ്ഞ അനുഭവമാണ്. ഒരു ദിവസം ഇവർക്ക് പ്രത്യേകം തയ്യാറാക്കിയ തളിയിലുള്ള ഷെഡിൽ മകനെ വിളിച്ച് പറഞ്ഞു, മകനെ, ഏട്ടനുണ്ണി രാജ പറയാണ്, മകനെ, നമ്മുടെ ശത്രു ഇസ്ലാമല്ല, നമ്മുടെ ശത്രു നമ്മുടെ ആൾക്കാരാണ്. കാരണം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാൻ എതിർക്കുന്ന ഇവരാണ്. അങ്ങനെ ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, കാരണം നമ്മുടെ ആൾക്കാരാണ് നമ്മുടെ ശത്രു എന്ന് പറഞ്ഞൊരു ദിവസം മുഴുവൻ ആ അച്ഛൻ്റെ കണ്ണീര് ഈ ഏട്ടനുണ്ണി രാജയുടെ തലയിലൂടെ കെട്ടിപ്പിടിച്ച് കടന്ന് ഒരു ദിവസം മുഴുവൻ കടന്നു പോവുകയാണ്. പിന്നീട് ആ മനുഷ്യൻ
രാമേശ്വരത്തേക്ക് നാട് വിടുകയും പിന്നെ മരിച്ചോ എന്താണെന്നുള്ളതെന്ന് അറിയാതെ ഒരു വിലാസമില്ലാത്തൊരവസ്ഥ വന്നു. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മുസ്ലിം സഹോദരങ്ങളെ കാണിക്കുന്ന അത്രയും സ്നേഹമോ ആർജവമോ സ്വന്തം ആളുകൾ കാണിക്കുന്നില്ല എന്നുള്ളൊരു വളരെയധികം പരിഭവത്തോടു കൂടിയാണ് അദ്ദേഹം ഇവിടെ വിട്ടു. അപ്പോൾ അതൊരു വലിയ സംഭവമാണ്. ഇതൊന്നും ചരിത്രത്തിൽ അറിയപ്പെടാത്ത ഇതാണ്. ഇതെന്നോട് സാമൂഹ്യ രാജാവ് നേരിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഈ അനുഭവം. കുഞ്ഞാലിമരക്കാർ 4. പട്ടുമരക്കാരുടെ മകൻ മുഹമ്മദ് മരക്കാർ കുഞ്ഞാലിമരക്കാർ സ്ഥാനം ഏറ്റെടുത്ത് കുഞ്ഞാലിമരക്കാർ 4-മനായി മാറി. കഴിഞ്ഞ 3 കുഞ്ഞാലിമരക്കാരെക്കാൾ ശക്തനും തന്ത്രജ്ഞനും. കാര്യങ്ങൾ സ്വന്തമായി തീരുമാനിക്കേണ്ടി വന്ന സാഹചര്യം. കാരണം മുൻഗാമികൾ കാത്തിരുന്നത് പോലെ രാജകൽപ്പനയ്ക്ക് വേണ്ടി ഇനി കാത്തിരിക്കേണ്ടതില്ല. ഏത് ശത്രുവിനെതിരെയാണോ പണ്ട് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിരുന്നത്, ആ ശത്രു ഇന്ന് രാജാവിൻ്റെ അടുത്ത സുഹൃത്തായി മാറിയിരിക്കുന്നു. എങ്കിലും ആ ശത്രു ഇന്നും തൻ്റെ കടുത്ത ശത്രു തന്നെയാണ്. അവസരത്തിനൊത്ത് കളം മാറി ചവിട്ടാതിരുന്ന തൻ്റെ മുൻഗാമികളെപ്പോലെ കുഞ്ഞാലിമരക്കാർ 4-മനും കളം മാറി ചവിട്ടിയില്ല. യഥാർത്ഥ ശത്രുവും പൊതുശത്രുവുമായ പറങ്കികൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്തു. ശത്രുവുമായി രമ്യതയിൽ കഴിഞ്ഞുകൂടുന്ന സമൂതിരി തിരുമേനിയിൽ നിന്ന് ശത്രുവിനെതിരെ ഇനിയൊരു സഹായവും പ്രതീക്ഷിക്കേണ്ടതില്ല. ശത്രുവിൻ്റെ മറ്റു ശത്രുക്കളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുക, സ്വന്തമായി ചെയ്യാൻ സാധിക്കുന്നത് മുഴുവനും ചെയ്തു തീർക്കുക. ഇത് കുഞ്ഞാലിമരക്കാർ 4-മന്റെ രാഷ്ട്രീയം. കുഞ്ഞാലിമരക്കാർ 4-മൻ പറങ്കികളുടെ ശത്രുക്കളുമായി കൂടുതൽ അടുത്തു. തൻ്റെ കോട്ടയും വാണിജ്യ സാമ്രാജ്യവും കൂടുതൽ ശക്തമാക്കി. ഒരു കാലത്ത് അറബിക്കച്ചവടക്കാർ ചരക്കുകൾ എത്തിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങളിലൊക്കെ സ്വന്തമായി ചരക്കുകൾ എത്തിച്ചു കൊടുത്തു. എല്ലാ കച്ചവടക്കാർക്കും ആവശ്യമായ സഹായങ്ങൾ നൽകി സ്വയം ശക്തനായി പറങ്കികളുമായി ഏറ്റുമുട്ടുന്ന എല്ലാവരെയും സ്വന്തം നിലയിൽ തന്നെ സഹായിച്ചു തുടങ്ങി. ജനങ്ങളുടെ ഹിതത്തിനൊത്ത് നീങ്ങിക്കൊണ്ടിരുന്ന കുഞ്ഞാലിമരക്കാർ 4-മനിൽ ജനം പ്രതീക്ഷയർപ്പിച്ചു. നേരെ പെങ്ങളില്ലാത്ത കുഞ്ഞാലിമരക്കാർ 4-മൻ ഒരു നായർ പെൺകുട്ടിയെ ദത്തെടുത്ത് സഹോദരിയായി വളർത്തിത്തുടങ്ങി. കൊട്ടയ്ക്കലോമന കുഞ്ഞാലിക്ക് തീയരും നായരും ഒന്നുപോലെ എന്ന് ജനങ്ങൾ പാടിത്തുടങ്ങി. പറങ്കികൾക്കെതിരെ ഉള്ളാളിലെ റാണിയായിരുന്ന തിരുമലദേവിയെ കുഞ്ഞാലിമരക്കാർ 4-മൻ സ്വന്തം നിലയിൽ സഹായിച്ചു. ഇതുപോലെ ചൗളിനെതിരെ ബീജാപ്പൂർ സുൽത്താനെയും സഹായിച്ചു. കിട്ടുന്ന അവസരങ്ങൾ മുഴുവനും പറങ്കികളുടെ നാശത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് തുടർന്നു. കൊള്ളയടിക്കാൻ അറബിക്കടലിൽ അറബിക്കച്ചവടക്കാരുടെ കപ്പലുകൾ കാണാനില്ല. കാണുന്നത് മലബാർ കച്ചവടക്കാരുടെ കപ്പലുകൾ മാത്രം. അവരോട് പണ്ട് പീരങ്കികളുടെ പിൻബലത്തിൽ കളിച്ചതുപോലെയുള്ള കളി ഇനി സാധ്യമല്ല. കാരണം മലബാരികളുടെ കൈകളിലും ഇഷ്ടം പോലെ പീരങ്കികൾ വന്നു ചേർന്നിരിക്കുന്നു. പഴയതുപോലെ കടലിൽ നിന്ന് കപ്പൽ കണക്കിനുള്ള കൊള്ള സാധ്യമാകുന്നില്ല. സാധ്യമാകുന്നത് കരയിൽ നിന്ന് മുറങ്കണക്കിനും പറക്കണക്കിനും മാത്രമുള്ള കൊള്ളകൾ. ഇനി കപ്പൽ കൊള്ളയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ അർത്ഥമില്ല. പകരം മലബാറിൽ സമ്പൂർണമായ ആധിപത്യം സ്ഥാപിച്ചെടുക്കുന്നതിലാണ് വിജയം. പറകണക്കിനെങ്കിൽ പറകണക്കിന് അത് കഴിയുന്നത്ര കൊള്ളയടിക്കണം. ഇനി സാമൂതിരി തിരുമേനി ഒരു വിലങ്ങുതടിയല്ല. പക്ഷേ കുഞ്ഞാലിമരക്കാർ 4-മൻ ഒരു വിലങ്ങുതടിയാണ്. അവനെ ഒതുക്കണം, ശക്തി കൊണ്ടല്ല, യുക്തി കൊണ്ട്. അവനൊപ്പമാണ് ജനങ്ങൾ മുഴുവനും. ആ ജനങ്ങളെ മുഴുവനും അവനെതിരെ തിരിച്ചുവിടണം. മരക്കാരുമാരെ തിരിച്ചുവിടാൻ സാധിച്ചില്ലെങ്കിലും നായന്മാരെ തിരിച്ചുവിടാൻ സാധിച്ചേക്കാം. പറങ്കികളുടെ ഇത്തരം കണക്കുകൂട്ടലുകൾക്ക് മലബാറിലെ മാറിയ സാഹചര്യം ഏറെ അനുകൂലമായിരുന്നു. കുഞ്ഞാലിമരക്കാർ 3-മനെ മരണശയ്യയിൽ സന്ദർശിച്ച പ്രായം ചെന്ന തിരുമേനിയല്ല ഇപ്പോൾ കോഴിക്കോട് വാഴുന്നത്. 1597 കിരീടമണിഞ്ഞത് രാഷ്ട്രീയം ഏറെ മനസ്സിലാക്കി വെച്ച രക്തത്തിളപ്പൽപ്പം കൂടിയ ഒരു ചെറുപ്പക്കാരനായ തിരുമേനിയായിരുന്നു. ജനങ്ങൾക്കിടയിൽ ഏഷണി കൂട്ടാൻ പെഡ്രെ ആന്റണിയെ പോലെയുള്ള ചില പാതിരിമാരെ പറങ്കികൾ രംഗത്തിറക്കി. സാമൂതിരി കോവിലകത്ത് തന്നെയുള്ള ചിലരെ
വളരെ രഹസ്യമായി ക്രിസ്ത്യാനികളാക്കി മാറ്റി സാമർത്ഥ്യം തെളിയിച്ചവരായിരുന്നു ഈ പറങ്കി പാതിരിമാർ. ഇവരുടെ സഹായത്തിന് 1000 കർത്ത എന്ന വരക്കൽ അടിയോടിയെ പോലെയുള്ള പ്രാദേശിക നാരദന്മാരും രംഗത്തെത്തി. കുഞ്ഞാലിമരക്കാർ നാലാമൻ ഒരു നായർ യുവതിയെ പിടിച്ച് വെപ്പാട്ടിയാക്കി വെച്ചു എന്ന് പ്രചരിപ്പിക്കാൻ പറങ്കി പാതിരിമാരുടെയും പ്രാദേശിക നാരദന്മാരുടെയും കൂട്ടായ പ്രവർത്തനം മൂലം സാധിച്ചു. താൻ വെപ്പാട്ടിയല്ല, മരക്കാരുടെ സഹോദരിയാണ് എന്ന് ജനങ്ങളോട് വിളിച്ചു പറയാൻ യുവതിക്ക് ഇന്നത്തെ പോലെയന്ന് മാധ്യമ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാമൂതിരി കോവിലകത്തെ ആനയുടെ വാൽ മുറിച്ച് കുഞ്ഞാലിമരക്കാർ നാലാമൻ തിരുമേനിയെ അപമാനിച്ചു എന്നും പ്രചരിപ്പിക്കാൻ പറങ്കി പാതിരിമാർക്കും പ്രാദേശിക നാരദന്മാർക്കും സാധിച്ചു. ആനയ്ക്കും സത്യം വിളിച്ചു പറയാൻ സാധിക്കാത്തതിനാൽ ഇക്കാര്യവും തെളിയിക്കപ്പെട്ടില്ല. അക്കാലത്തും ചാരപ്രവർത്തകരെ ഭരണകർത്താക്കൾ ഉപയോഗിച്ചു വന്നിരുന്നു. പക്ഷേ കുഞ്ഞാലിമരക്കാർ നാലാമനെ കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകളുടെ നിജസ്ഥിതി അറിയാൻ സാമൂതിരി തിരുമേനി ചാരന്മാരെ ഉപയോഗപ്പെടുത്തിയില്ല. കുഞ്ഞാലി നാലാമന്റെ അവകാശികൾ താവഴികൾ താമസ സ്ഥലമായിരുന്നു. താവഴികൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിമരക്കാർ അവർ ആ മരുമക്കത്തായ പ്രകാരം ലാസ്റ്റ് കുഞ്ഞാലിക്ക് മുഹമ്മദ് എന്ന് കുഞ്ഞാലിക്ക് പെങ്ങന്മാരില്ല. അപ്പോൾ താവഴി മരുമക്കത്തായ താവഴിയില്ല. പക്ഷെ താവഴി അറ്റുപോകുന്നതിന് അന്ന് അവരൊരു പ്രയോഗിച്ച ഇവിടെ മോരാടി ഇങ്ങൽ ഇടത്തിൽ നായർ പെരുമ്പെന്ന് പറയുന്ന വലിയ പഴയ നായർ തറവാട്. ആ നായർ തറവാടിൽ നിന്ന് ഒരു നായർ സഹോദരിയെ ദത്തെടുത്താണ്, സഹോദരിയാക്കി വളർത്തി. ദത്തെടുക്കാൻ വെച്ചാൽ ഇവിടെ നിങ്ങൾ പാലം കടന്നു വന്നില്ലേ, ക്രാഫ്റ്റ് വില്ലേജും കഴിഞ്ഞൊരു പാലം കടന്നില്ല. ആ പാലത്തിൻ്റെ തോട്ടിന് പേര് അന്ന് അമ്മായിത്തോടുന്ന. അമ്മായിത്തോടെന്ന് പേര് പറയാൻ കാരണം ഈ സ്ത്രീയെ ഇങ്ങോട്ട് പിടിച്ച അമ്മായിയാക്കിയെന്നാണ്. നായന്മാരും മരക്കാന്മാരും തമ്മിൽ സന്ധിയിട്ടാണ്. ഒരു ഭാര്യക്കാരത്തിന് ഇപ്പുറത്തും ഒരു യുവതിയെ ഇപ്പുറം പശുവിനെ കൊണ്ടുപോകാൻ വേണ്ടി എത്തി. പശുവിൻ്റെ കെട്ടയക്കുമ്പോഴേക്ക് ഈ പടയാളികളിൽ ഒരാൾ പോയിട്ട് ഇവിടെ കൈ പിടിച്ചു. അപ്പോൾ അപ്പുറത്ത് കാരണന്മാർ വിളിച്ച് പറഞ്ഞ് മാപ്പിള കൈ പിടിച്ച് ഇങ്ങോട്ട് വരണ്ടെന്ന്. ഒരു ഒത്തുനാടകം. അവളെയാണ് കുഞ്ഞാലിമരക്കാർ പെങ്ങളായി പോയിട്ട്. അതിൽ നിന്നുണ്ടായ താവഴികളുടെ അവസാനത്തെ വസതിയായിരുന്നു ഇത്. യുവതി വസതിയുടെ പേര് വലിയ പീടികയെന്ന വലൂടിയിൽ നിന്ന് അവരെ ചുരുക്കി പറയുന്നു. കുഞ്ഞാലിമരക്കാർ നാലാമൻ തന്നേക്കാൾ വളരുന്നുണ്ടെന്ന് സാമൂതിരി തിരുമേനിക്ക് തോന്നിയിരുന്നു. ഒതുക്കാൻ ശ്രമിച്ചാൽ തന്റെ പ്രജകൾ, പ്രത്യേകിച്ചും നായർപ്പട, 2 ശരിയായി തിരിഞ്ഞേക്കുമോ എന്ന ഭയമായിരുന്നു സാമൂതിരി തിരുമേനിക്ക്. കുഞ്ഞാലിമരക്കാർ നാലാമനെ ഒതുക്കാൻ കൊള്ളക്കാരായ പറങ്കികൾ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് കണ്ടപ്പോൾ സാമൂതിരി തിരുമേനി കയ്യും കെട്ടി നോക്കി നിൽക്കാനുള്ള കാരണം വളരെ വ്യക്തമാണ്. പറങ്കികളുടെ ചെലവിൽ തന്നെ കുഞ്ഞാലിമരക്കാരെ ഒതുക്കി കിട്ടിയാൽ വളരെ നന്നു. പറങ്കി പാതിരിമാരുടെ കുതന്ത്രഫലമായി നായർപ്പട മുഴുവനും തനിക്കനുകൂലമായതും കുഞ്ഞാലിമരക്കാർ നാലാമന് പ്രതികൂലമായതും സാമൂതിരി തിരുമേനി കണ്ടു. പക്ഷേ ആ ഒരു അനുകൂല സാഹചര്യം കൊണ്ട് മാത്രം കുഞ്ഞാലിമരക്കാർ നാലാമനെ ആക്രമിക്കാൻ പറങ്കികൾക്ക് അനുമതി കൊടുത്തുകൂടാ. കാരണം പറങ്കികളെ ഒരു വിധത്തിലും വിശ്വസിച്ചുകൂടാ. കുഞ്ഞാലിമരക്കാർ നാലാമൻ ഒതുങ്ങിക്കഴിഞ്ഞാൽ കോട്ട പറങ്കികളുടെ കയ്യിൽ പെടുന്നതിനു മുമ്പ് കിളച്ചുമറിക്കപ്പെടണം. മരക്കാർ കോട്ടക്കടിയിൽ നിധിയുണ്ടെന്ന് നായർപ്പട ഉറച്ചു വിശ്വസിച്ച കാര്യവും കോട്ട കിളച്ചുമറിക്കാൻ നായർപ്പട തയ്യാറായി നിൽക്കുന്ന കാര്യവും കേവലം 30 വയസ്സ് പ്രായമുള്ള തികഞ്ഞ രാഷ്ട്രതന്ത്രജ്ഞനായ സാമൂതിരി തിരുമേനിക്ക് ബോധ്യമായി. പക്ഷേ അതുകൊണ്ടും അക്രമത്തിനുള്ള അനുമതി കൊടുത്തുകൂടാ. പറങ്കികൾ അവകാശപ്പെടുന്ന ഒരുക്കങ്ങൾ സത്യമാണോ എന്നും സത്യമാണെങ്കിൽ അത് എത്രത്തോളമെന്നും ഉറപ്പുവരുത്തണം. ഇതിനുവേണ്ടി സാമൂതിരി തിരുമേനി ഉപയോഗപ്പെടുത്തിയത് കൊച്ചിയിലെ കോളേജ് റെക്ടറായ ക്രിസ്റ്റഫർ കാസ്ട്രോ എന്ന പറങ്കിയെ തന്നെയാണ്. ഇത്ര തന്ത്രശാലിയായ തിരുമേനിയെയാണ് ചില ചരിത്രമെഴുത്തുപണിക്കാർ പക്വതയില്ലാത്ത തിരുമേനിയെന്ന് എഴുതി ഫലിപ്പിച്ചത്. റെക്ടർ പറങ്കി നായകന്മാർക്ക് കത്തുകൾ എഴുതി കാര്യങ്ങൾ അന്വേഷിച്ചതിനു പുറമെ ഗോവയിൽ ചെന്ന് കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി. പോർച്ചുഗീസുകാര് വളരെ സൂത്രത്തോട് കൂടിയിട്ട് സാമൂതിരിപ്പാടായിട്ട് തെറ്റി നിൽക്കുന്ന കാലത്ത് പോലും, കൊച്ചി രാജാവിൻ്റെ ആൾക്കാരായി നിൽക്കുന്ന കാലത്ത് പോലും ഈ ഗുരുവായൂർ ആ ഭാഗത്ത്, ചാവക്കാട് ആ ഭാഗത്ത്, പിന്നെ കൊടുങ്ങല്ലൂർ ആ ഭാഗത്ത്
ഒക്കെ സാമൂതിരിപ്പാടിൻ്റെ കീഴിലുള്ള നായന്മാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. അത് ഇവരുടെ ഈ ജസൂട്ട് പാതിരിമാരുടെ കറസ്പോണ്ടൻസ് ഉണ്ട്, ജസൂട്ട് ലെറ്റേഴ്സ് ഓഫ് ഓൺ മലബാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാൻ കുറേ വായിച്ചു നോക്കി. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം എന്താ വെച്ചാൽ അന്നത്തെ ഈ ഗോവയിലെ ബിഷപ്പ് സെൻറ്റ് സേവിയർ ഗോവയിലാണല്ലോ ഉണ്ടായിരുന്നത്, വലിയ ആളാണ്. അതുമാതിരി അവരുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ബിഷപ്പ്മാർ, കൊച്ചിയിലെ ബിഷപ്പ്മാർ ഒക്കെ തന്നെ എങ്ങനെയെങ്കിലും നാട്ടുരാജാക്കന്മാരെ പാട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ എന്നാണ് പണ്ടേ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് 1-2 പ്രാവശ്യം സാമൂതിരിപ്പാടിനെ കാണുകയുണ്ടായി, പലതും ഡിസ്കസ് ചെയ്യുകയുണ്ടായി, നെഗോഷിയേറ്റ് ചെയ്യുകയുണ്ടായി. ചിലപ്പോൾ ഒരു സന്ധിയുടെ പക്കത്ത് വരെ എത്തി, പിന്നെ അത് എത്തിപ്പിരിഞ്ഞു. ഒടുക്കം ഒരു സന്ധി ഉണ്ടാക്കി. അതെന്താ വെച്ചാൽ ഈ കുഞ്ഞാലി മരക്കാർ സാമൂതിരിപ്പാടിനെ ധിക്കരിക്കുന്നു, അതുകൊണ്ട് അയാളെ അടക്കം ചെയ്യണം, അയാൾ വിലവയ്ക്കുന്നില്ല. അതിന് സാമൂതിരിപ്പാടും പിന്നെ ഈ ബിഷപ്പ്മാരാണ് ചെയ്യുന്നത്. പോർച്ചുഗീസ് സൈന്യാധിപന്മാരല്ല, അവരെ തമ്മിൽ അടുപ്പിക്കുന്ന ഇവരാണ്. തമ്മിൽ ഒരു സന്ധി ഉണ്ടാക്കണം. അതിലവർ വളരെ ക്ലവറായിട്ട് കൂട്ടിച്ചേർത്തു. കുഞ്ഞാലിയെ തോൽപ്പിച്ചാൽ കഴിഞ്ഞാൽ കുഞ്ഞാലി പോർച്ചുഗീസുകാരുടെ പിന്നെ പ്രിസണറായി തടവിലായിരിക്കും. സാമൂതിരിപ്പാടിൻ്റെ അല്ല, സാമൂതിരിപ്പാട് പോർച്ചുഗീസുകാർക്ക് ഇയാളെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. റക്ടറിൽ നിന്ന് കാര്യങ്ങളുടെ ഉറപ്പ് കിട്ടിയതോടെ തിരുമേനി കുഞ്ഞാലിമരക്കാർ 4-ാമനെ ആക്രമിക്കാനുള്ള സമ്മതം മൂളി. 1599 ഒന്നാം യുദ്ധം. മാർച്ച് മാസം പിറന്നതോടെ പറങ്കികളുടെ മലബാറിലെ സന്നാഹങ്ങൾക്ക് പുറമെ ഗോവയിൽ നിന്ന് 12 വൻകപ്പലുകളും മരക്കാർ കോട്ടക്കടുത്തുള്ള അഴിമുഖത്ത് എത്തിച്ചേർന്നു. കോട്ടയുടെ സമീപത്തുള്ള കുറ്റ്യാടിപ്പുഴയിൽ പ്രവർത്തിക്കാൻ പാകത്തിൽ ബസീൻ തുറമുഖത്ത് നിന്ന് നിർമ്മിക്കപ്പെട്ട 6 പ്രത്യേകതരം ബോട്ടുകൾ കുറ്റ്യാടിപ്പുഴയിൽ സ്ഥാനമുറപ്പിച്ചു. പറങ്കി ക്യാപ്റ്റനായ ലൂയി ഡ ഗാമയും സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു. ഇരിങ്ങൽ മുതൽ കടൽ തീരം വരെ നായർപ്പടയും അണിനിരന്നു. ഇതിനിടയിൽ തന്നെ കുഞ്ഞാലിമരക്കാർ 4-ാമന്റെ സഹായി കുട്ടിയാമുമരക്കാർ പറങ്കികളുടെ ഒരു കപ്പൽ പിടിച്ചടക്കിയപ്പോൾ പറങ്കിപ്പട ഞെട്ടിവിറച്ചു. ഉടനെ തന്നെ ബെൽക്യോർ ഫെരേര, ലൂയി ഡി സിൽവ, ഡി ആന്റണി തുടങ്ങിയ പറങ്കി യുദ്ധവിദഗ്ധരുടെ സന്നാഹങ്ങളും മാർച്ച് മാസം 3 കുറ്റ്യാടിപ്പുഴയുടെ അഴിമുഖത്ത് എത്തിച്ചേർന്നു. ഇരിങ്ങൽ പ്രദേശം വരെ ഉണ്ടായിരുന്ന നായർപ്പടയുടെ മനുഷ്യമതിൽ മൂരാട് പ്രദേശം വരെ നീട്ടി. പ്രഭാതം പൊട്ടിവിടരുന്നതിന് തൊട്ടുമുമ്പ് ഇരിങ്ങൽ പാറയ്ക്ക് മുകളിൽ ഒരു തീപ്പന്തം പ്രത്യക്ഷപ്പെടും. അത് പ്രത്യക്ഷപ്പെട്ടാൽ കടലിൽ നിന്നും പുഴയിൽ നിന്നും പറങ്കികളും കരയിൽ നിന്ന് നായർപ്പടയും ഒരേ സമയം അക്രമം അഴിച്ചുവിടണം. ഇതായിരുന്നു പദ്ധതി. പക്ഷേ പന്തം കത്തിയത് 5 മണിക്കൂർ നേരത്തിൽ. ഈ സമയത്ത് കടൽ തീരം മുതൽ മൂരാട് വരെ അർദ്ധവൃത്താകൃതിയിൽ മനുഷ്യക്കോട്ട തീർത്തിരുന്ന നായർപ്പട നല്ല കൂർക്കം വലിച്ചു ഉറങ്ങുകയായിരുന്നു. 95 സ്ഥാനമേറ്റ കുഞ്ഞാലിമരക്കാർ അവസാന കാലഘട്ടത്തിൽ സാമൂതിരിയായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. പിന്നീട് 1600 മാർച്ച് 16-ാം തീയതി അദ്ദേഹം പിടിക്കപ്പെട്ടു. ഇവിടെ അന്നേരം വലിയ യുദ്ധം നടന്നു. ആദ്യം കുഞ്ഞാലിമരക്കാർ സാമൂതിരിയുടെ നാവികത്തലവൻ മാത്രമല്ല, വിദേശ കാര്യങ്ങളിൽ ഉപദേഷ്ടാവ് കൂടിയായിരുന്നു. പണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രതിനിധികൾ കോട്ടക്കലായിരുന്നു വന്ന് തമ്പടിച്ചിരുന്നത്. അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നീട് പറങ്കികൾ വന്ന് ചില ഈ നുണപ്പരിപാടികളൊക്കെ നടത്തിയിട്ട് അന്ന് ഒരു അടിയോടി ഉണ്ടായിരുന്നു, ഒരു പാതിരി ആന്റണി ഉണ്ടായിരുന്നു, അന്തോണി. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഫസാദ് പറഞ്ഞിട്ട്, നുണം പറഞ്ഞിട്ട് കുഞ്ഞാലിയെയും സാമൂതിരിയും തമ്മിൽ അകറ്റിയത്. സാമൂതിരിയും കുഞ്ഞാലിയും ഒപ്പം നിന്നാൽ ഇവർക്കൊരിക്കലും ആക്രമിച്ച് കീഴടക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഈ പുതിയ പരിപാടി എടുത്തത്. അങ്ങനെ അവസാനം കുഞ്ഞാലിമരക്കാർ സാമൂതിരിക്കെതിരായിട്ട് കോട്ടക്കലൊരു സ്വന്തമായ മുസ്ലിം സാമ്രാജ്യം ഉണ്ടാക്കുന്നു എന്നൊരു നുണ പരത്തി. അതിൽ നിന്നാണ് ഇവർ അകൽച്ച വന്നത്. അവസാനം പെട്രോ എന്ന് പറയുക ക്യാപ്റ്റൻ പെട്രോ എന്ന് പറഞ്ഞ പറങ്കിയും കുഞ്ഞാലിമരക്കാരും തമ്മിലുണ്ടാക്കിയ സന്ധി പ്രകാരം യുദ്ധം നടന്നു. യുദ്ധത്തിൽ കീഴടങ്ങാൻ പറഞ്ഞപ്പോൾ ആദ്യത്തെ യുദ്ധത്തിൽ കുഞ്ഞാലി ജയിച്ചു. എങ്ങനെ അറിയോ? അന്ന് പടിഞ്ഞാറ് വെള്ളിയാങ്കല്ല്, കിഴക്ക് ഇരിങ്ങൽക്കോട്ട, ഇവിടുന്നായിരുന്നു യുദ്ധത്തിൻ്റെ സിഗ്നലിങ് കൊടുത്ത്. യുദ്ധം തുടങ്ങുമ്പോൾ രാത്രി നേരം പുലർന്നു എന്ന് വിചാരിച്ച് തെറ്റ് സിഗ്നൽ കൊടുത്തുപോയി പറങ്കികൾ. അങ്ങനെ ഉണ്ടായ യുദ്ധത്തിൽ തെറ്റിദ്ധാരണ നിമിത്തം കുഞ്ഞാലിമരക്കാരുടെ സൈന്യങ്ങൾ ആകെ 1500 ആളേ ഉള്ളൂ. മറ്റവർക്ക് ഒരുപാട് ആയിരക്കണക്കിനുണ്ട്.
ആ യുദ്ധത്തിൽ മരക്കാർ ജയിച്ചു. ലൂയി ഡി സിൽവയും മറ്റു 2 പറങ്കി ക്യാപ്റ്റന്മാരും ദയനീയമായി കൊല്ലപ്പെട്ടു. പ്രാണന് വേണ്ടി തിടുക്കം കൂട്ടിയ മുഴുവൻ പറങ്കിപ്പടയുടെയും ഭാരം താങ്ങാനാവാതെ ബോട്ടുകളിൽ പലതും വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ടു. പറങ്കിപ്പടക്ക് കുരിശുകാട്ടി ആവേശം പകരാൻ തയ്യാറായി നിന്ന പറങ്കി പാതിരി പുണ്യവാളന്മാരുടെ ബോട്ടുകൾ പോലും മുങ്ങിത്താ. മരക്കാരെ പേടിച്ച് ഓടി രക്ഷപ്പെടാൻ തോന്നിയാൽ കടലിൽ ചാടി നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ച് ഉപ്പുവെള്ളം കുടിച്ച് ചാവരുതെന്നും രക്ഷപ്പെടേണ്ടി വന്നാൽ ഉപയോഗപ്പെടുത്താൻ ബോട്ടുകളും തോണികളും തയ്യാറുണ്ടെന്നും ഒരു കാരണവശാലും കുഞ്ഞാലിമരക്കാർ 4-ാമനെ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നും തന്റെ സൈന്യത്തോട് പറഞ്ഞ് സൈന്യാധിപനായ ലൂയി ഡ ഗാമ കൊച്ചിയിലേക്ക് സ്ഥലം വിട്ടു. ഈ കഥയറിഞ്ഞപ്പോൾ ഗോവയിൽ നെഞ്ചത്തടികളും കൂട്ട നിലവിളികളും ഉയർന്നു. ചാലിയം കോട്ട കൈവിട്ടുപോയതിന്റെ പേരിൽ 80 വയസ്സോളം പ്രായമുണ്ടായിരുന്ന ക്യാപ്റ്റനായ കാസ്ട്രോയെ ഗോവയിൽ വെച്ച് പരസ്യമായി പറങ്കികൾ തൂക്കിക്കൊന്നതുപോലെ മരക്കാരോട് തോറ്റതിന്റെ പേരിൽ സൈന്യാധിപനായ ലൂയി ഡ ഗാമയെയും തൂക്കിക്കൊല്ലാൻ പറങ്കി കൗൺസിൽ തിടുക്കം കൂട്ടി. ഈ പ്രശ്നമൊതുക്കാൻ പറങ്കി വൈസ്രോയിക്ക് ഏറെ വിയർക്കേണ്ടി വന്നു. കുഞ്ഞാലിമരക്കാർ 4-ാമനെ ഒതുക്കാൻ വൈസ്രോയി തന്നെ ചാടിപ്പുറപ്പെടാൻ തയ്യാറായി. പക്ഷേ തങ്ങളുടെ നാഥൻ തന്നെ കടലിൽ ചാടി ഉപ്പുവെള്ളം കുടിച്ച് ചത്താലുണ്ടാകുന്ന തങ്ങളുടെ അവസ്ഥയോർത്ത് പറങ്കി കൗൺസിൽ അതിന് സമ്മതം മൊഴിയില്ല. ഈ പരുവത്തിൽ പോർച്ചുഗലിലേക്ക് മടങ്ങിയാലുള്ള അവസ്ഥയെക്കുറിച്ചും പറങ്കികൾക്ക് ബോധ്യമുണ്ട്. യുദ്ധം തോറ്റാൽ തോൽവിക്ക് കാരണക്കാരനായ സൈന്യാധിപനെ പരസ്യമായി തൂക്കിക്കൊല്ലാൻ തിടുക്കം കാട്ടുന്ന ജനതയിലെ അംഗങ്ങളാണ് തങ്ങളെന്ന് നല്ല ബോധ്യമുണ്ട് പറങ്കികൾക്ക്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കുഞ്ഞാലിമരക്കാർ 4-ാമനെ ഒതുക്കേണ്ട ചുമതല പറങ്കി കൗൺസിൽ യുദ്ധവിദഗ്ധനായ ആൻട്രേ ഫുട്ടാഡോയെ ഏൽപ്പിച്ചു. കുഞ്ഞാലിമരക്കാരെ ഒരിക്കൽ പരാജയപ്പെടുത്തിയ പരിചയമുണ്ടായിരുന്നു ഇയാൾക്ക്. കുഞ്ഞാലിമരക്കാർ 4-ാമനെ ഒതുക്കേണ്ടത് സാമൂതിരി തിരുമേനിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നത്തെക്കാൾ കൂടുതൽ പറങ്കികളുടെ അഭിമാനത്തിന്റെ പ്രശ്നമായി മാറി. ഒരു സുപ്രഭാതത്തിൽ പറങ്കിപ്പട കോട്ടക്കൽ അഴിമുഖത്ത് നിന്ന് മാറിക്കളഞ്ഞാൽ ഉണ്ടാകുന്ന തന്റെ അവസ്ഥ രാഷ്ട്രതന്ത്രജ്ഞനായ സാമൂതിരി തിരുമേനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. നായർപ്പടയെ ഇളക്കിവിടാൻ പറങ്കികൾ ഉപയോഗപ്പെടുത്തിയ പാതിരിമാരെ തന്നെ സാമൂതിരി വളരെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തി. ഈ പാതിരിക്കൂട്ടത്തിന് കോഴിക്കോട് ഒരു കത്തോലിക്ക പള്ളി ആദ്യ വാഗ്ദാനം ചെയ്ത് സാമൂതിരി കയ്യിലെടുത്തു. ഇവരിലൂടെ പറങ്കികൾക്ക് കോഴിക്കോട് ഒരു കോട്ടയും വാഗ്ദാനം ചെയ്തു. മരക്കാർ കോട്ടയ്ക്ക് പുറമെ കോഴിക്കോട് മറ്റൊരു കോട്ട. കുഞ്ഞാലിമരക്കാർ 4-ാമനെ ഒതുക്കിക്കഴിഞ്ഞാൽ ഉടനെ സാമൂതിരിയെയും ഒതുക്കാം. ഇങ്ങനെ ഒരു വെടിക്ക് 2 പക്ഷി എന്ന മോഹം പറങ്കികളിൽ ജനിപ്പിക്കാൻ വളരെ സമർത്ഥനായ തിരുമേനിക്ക് സാധിച്ചു. തനിക്ക് ചുറ്റുമുള്ള സഖ്യകക്ഷികളെ മുഴുവനും തുരത്താനുള്ള ശക്തിയില്ലാതെ കുഞ്ഞാലിമരക്കാർ 4-ാമൻ കോട്ടക്കകത്ത് കുടുങ്ങിക്കിടന്നു. അപ്രതീക്ഷിത യുദ്ധമായതിനാൽ കുഞ്ഞാലിമരക്കാരുടെ കപ്പലുകളും സന്നാഹങ്ങളും വിദേശങ്ങളിൽ കച്ചവടത്തിരക്കിലായിരുന്നു. കുഞ്ഞാലിമരക്കാരെ നേരിടാനുള്ള ധൈര്യമില്ലാതെ പറങ്കികൾ കടലിൽ കപ്പലിലും നായർപ്പട കരയിൽ തമ്പടിച്ചും കാത്തിരിക്കുന്നു. കുഞ്ഞാലിമരക്കാരും സഹായികളും പട്ടിണി കിടന്ന് മരിച്ചു തീരാനാണ് സഖ്യകക്ഷികൾ കാത്തിരിക്കുന്നത്. പട്ടിണി കിടക്കുന്ന കുഞ്ഞാലിമരക്കാരെയും സംഘത്തെയും സഹായിക്കാൻ ഉള്ളാളിലെ തിരുമലദേവി റാണി 3000 ചാക്ക് അരി കോട്ടക്കലേക്ക് അയച്ചു. പക്ഷേ എത്തിപ്പെട്ടത് പറങ്കി കൊള്ളക്കാരുടെ കൈകളിൽ. റാണിയുടെ ഈ സഹായം പറങ്കികൾ കൊള്ളയടിച്ചു എന്ന് മാത്രമല്ല, റാണിയെ ഭീഷണിപ്പെടുത്തി ഒതുക്കി നിർത്താനും പറങ്കികൾക്ക് സാധിച്ചു. മധുരയിലെ വിശ്വനാഥ നായിക്ക് കുഞ്ഞാലിമരക്കാർ 4-ാമന് അഭയം വാഗ്ദാനം ചെയ്തു. എങ്ങനെയെങ്കിലും പുറത്തു കടന്ന് രക്ഷപ്പെടാൻ സാധിച്ചാൽ രാമേശ്വരത്ത് ഒരു കോട്ടയും വിശ്വനാഥ നായിക്ക് വാഗ്ദാനം ചെയ്തു. കീഴടങ്ങലല്ലാതെ മറ്റൊരു മാർഗം കുഞ്ഞാലിമരക്കാർ 4-ാമന് മുമ്പിൽ ഇല്ലായിരുന്നു. കൂടെയുള്ളവരിൽ അധികവും പട്ടിണി കിടന്ന് അവശരായി. സാമൂതിരി ചതിക്കുമെന്ന ഒരു സ്വപ്നത്തിന്റെ പേരിൽ അവസാനഘട്ടം കീഴടങ്ങലിൽ നിന്ന് പിന്മാറിയിട്ടും കൂടെയുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി മുഹമ്മദ് മരക്കാർ എന്ന കുഞ്ഞാലിമരക്കാർ 4-ാമൻ കീഴടങ്ങാൻ തന്നെ തയ്യാറായി. പക്ഷേ ആ കീഴടങ്ങൽ തന്റെ ഭരണാധികാരിയായ സാമൂതിരി തിരുമേനിക്ക് മുമ്പിൽ മാത്രം, കടൽക്കൊള്ളക്കാരായ പറങ്കികളുടെ മുമ്പിലല്ല. വ്യവസ്ഥകൾ അംഗീകരിക്കപ്പെട്ടു. AD 1600 മാർച്ച് മാസം 16-ന് 400ഓളം പടയാളികൾ മരക്കാർ കോട്ടയുടെ പുറത്തിറങ്ങി. കൂടെ അവരുടെ ഭാര്യമാരും കുട്ടികളും. പട്ടിണി കിടന്ന് അവശരായ അവരെ അവരുടെ വഴിക്ക് പോകാൻ തിരുമേനി അനുവദിച്ചു. ഏറ്റവും അവസാനം
കറുത്ത പട്ടുറുമാൽ തലയിൽ ചുറ്റിയ നിലയിൽ 50 വയസ്സിനോടടുത്ത കുഞ്ഞാലി മരക്കാർ നാലാമൻ എന്ന മുഹമ്മദ് മരക്കാർ വിരിഞ്ഞ മാറിടവും താഴ്ത്തിപ്പിടിച്ച വാളുമായി ചൈന അലിയുടെയും കുട്ടി അലിയുടെയും കൂടെ സാമൂതിരിയുടെ അടുത്തേക്ക് നടന്നു നീങ്ങി. തിരുമേനിയുടെ കാൽച്ചുവട്ടിൽ തന്റെ വാൾ സമർപ്പിച്ച് തൊഴുതു വണങ്ങി. പെട്ടെന്ന് പറങ്കി സൈന്യാധിപൻ ആൻഡ്രേ ഫുട്ടാഡോ കുഞ്ഞാലിമരക്കാർ നാലാമനെ കടന്നുപിടിച്ചു. കൊടും ചതി മനസ്സിലാക്കിയ ചില നായർ പടയാളികൾ തങ്ങളുടെ പൊന്നോമന കുഞ്ഞാലിയെ രക്ഷിക്കാൻ പറങ്കികൾക്ക് നേരെ കുതിച്ചു ചാടി. മരക്കാർ പടയാളികളും കുതിച്ചു ചാടി. പക്ഷേ അവർക്കാർക്കും കുഞ്ഞാലിയെ രക്ഷിക്കാൻ സാധിച്ചില്ല. നിരായുധനായ കുഞ്ഞാലിക്ക് സ്വയം രക്ഷപ്പെടാനും സാധിച്ചില്ല. മറുഭാഗത്ത് മറ്റൊരു കൂട്ടം നായർപ്പട നിധിക്ക് വേണ്ടി മരക്കാർ കോട്ടയും പരിസരത്തുള്ള വീടുകളും പള്ളികളും കിളച്ചുമറിച്ചു. കുഞ്ഞാലിയെയും കുഞ്ഞാലിയെ രക്ഷിക്കാൻ ചാടി വീണ 40ഓളം പടയാളികളെയും പറങ്കികൾ ചങ്ങലകളിൽ കെട്ടിയിട്ടു. മാർച്ച് 24 കുഞ്ഞാലിയെയും കൂട്ടുകാരെയും കൊണ്ട് പറങ്കികൾ ഗോവയിലേക്ക് വലിയ ആഘോഷത്തോടെ പുറപ്പെട്ടു. ഏപ്രിൽ 11 ഗോവയുടെ തീരത്തെത്തിയ കപ്പലിൽ നിന്ന് താനാണ് വിജയം കൊയ്തതെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ ഞെളിയാൻ 4 പടയാളികളെയും കൊണ്ട് സൈന്യാധിപൻ ഫുട്ടാഡോ പെട്ടെന്ന് പുറത്തിറങ്ങി. ഇളകിമറിഞ്ഞ ഗോവൻ സങ്കര സന്തതികൾ ആ 4 മരക്കാർ പടയാളികളെയും കല്ലെറിഞ്ഞു വീഴ്ത്തി. ബാക്കിയുള്ളവരെയും കൊണ്ട് ഫുട്ടാഡോയുടെയും വൈസ്രോയുടെയും അവകാശ തർക്കത്തിനിടയിൽ മധ്യസ്ഥത വഹിച്ച പാതിരിയും മജിസ്ട്രേറ്റും ചേർന്ന് മറ്റൊരു വഴിയിലൂടെ ട്രോങ്കോ ജയിലിലെത്തിച്ചു. ഫുട്ടാഡോയും വൈസ്രോയും വിജയാവകാശത്തിനു വേണ്ടി കടിപിടി കൂടുന്നതിനിടയിൽ പറങ്കി പാതിരിമാർ കുഞ്ഞാലിമരക്കാരെയും കൂട്ടുകാരെയും ശാരീരികമായി നശിപ്പിക്കുന്നതിനു മുമ്പ് ആത്മീയമായി നശിപ്പിക്കാനുള്ള എല്ലാ കുടില തന്ത്രങ്ങളും ദിവസങ്ങളോളം ജയിലിൽ പയറ്റി നോക്കി. പക്ഷേ മതം മാറ്റാനുള്ള അവരുടെ കുതന്ത്രങ്ങളൊന്നും ആ ഏകദൈവ വിശ്വാസികളായ ധീരന്മാർക്ക് മുമ്പിൽ ചെലവായില്ല. അവസാനം ആർപ്പുവിളി കൂട്ടുന്ന ഗോവൻ സങ്കര സന്തതികളുടെ മധ്യത്തിലൊരുക്കിയ കൊലക്കളത്തിലേക്ക് കുഞ്ഞാലിയെയും കൂട്ടുകാരെയും നയിച്ചു. പ്രാണന് വേണ്ടി കൂപ്പുകയ്യോടെ കാലുപിടിച്ചു കീഴുന്ന ഒരു കുഞ്ഞാലിയെയാണ് ഗോവൻ സങ്കര സന്തതികൾ പ്രതീക്ഷിച്ചിരുന്നത്. ആരെയും കൂസാതെ ധീരനായി കൊലക്കത്തിക്ക് മുമ്പിൽ തലകുനിച്ചു കൊടുത്ത ധീരദേശാഭിമാനിയായ കുഞ്ഞാലിമരക്കാർ നാലാമനെ കണ്ട് ഗോവൻ സങ്കര സന്തതികൾ തരിച്ചെന്നുപോയി. അരിശം തീരാതെ പറങ്കി നരഭോജികൾ ആ ധീരദേശാഭിമാനിയുടെ ചേതനയേറ്റ ശരീരം വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി പനാചി കടപ്പുറത്ത് പ്രദർശിപ്പിച്ചു. ആ ഷഹീദിന്റെ പാവനമായ ശിരസ് ഉപ്പിട്ട് കണ്ണൂരിലെത്തിച്ചു. മരിച്ച പൂച്ചയുടെ വാലുകടിച്ച് വേദനിപ്പിക്കുന്ന മൂഷികരുടെ ആഹ്ലാദത്തോടെ പറങ്കി നരഭോജികൾ ഷഹീദ് കുഞ്ഞാലിമരക്കാർ നാലാമന്റെ ശിരസ് മുളങ്കമ്പിൽ കൊളുത്തി കണ്ണൂർ കടപ്പുറത്ത് തുള്ളിച്ചാടി നടന്നു. കുഞ്ഞാലിമരക്കാർ നാലാമന്റെ വിരിഞ്ഞ മാറിടത്തിൽ കയറി നിൽക്കാൻ സാധിച്ചതിനു ശേഷം മാത്രമാണ് പറങ്കി നരഭോജികൾക്ക് മലബാറിന്റെ മാറിൽ അധിനിവേശം ഉറപ്പിക്കാൻ സാധിച്ചതെന്ന് ഇനിയെങ്കിലും ഓർക്കുക. പറയൂ ജ്വലിക്കുന്ന കൺകളോടും, പറയൂ ജ്വലിക്കുന്ന കൺകളോടും, ചോര വറ്റാത്ത നിൻ കൈകളോടും, ഈരാവൊടുങ്ങും ഇനി ബാക്കിയാവിൽ ഒറ്റ ചങ്ങല കണ്ണിയും കൽത്തുറുങ്കും, ഇനി ബാക്കിയാവില്ല ഒറ്റ ചങ്ങല കണ്ണിയും കൽത്തുറുങ്കും. നീറോ മരിച്ചുപോയി റോം മരിക്കില്ല, നീറോ മരിച്ചുപോയി റോം മരിക്കില്ല, കൺമൂർച്ചയാൽ പോരാടി നാം ജയിക്കും. വെയിലേറ്റുണങ്ങിയൊരു ഗോതമ്പു കതിരിലെ വിത പോരും താഴ്വരകൾ പച്ചയാകും. വെയിലേറ്റുണങ്ങിയൊരു ഗോതമ്പു കതിരിലെ വിത പോരും താഴ്വരകൾ പച്ചയാകും.